both come from same community. അതെ, സെയിം കമ്മ്യൂണിറ്റിയാണ്, സെയിം ഏരിയ ആണ്. ഈ ക്യാപ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിന്റെ ഇതാണോ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങിയത്? 17 നമ്മളന്ന് കയറി ഫാദറിന് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് നില്ലായി കിടക്കുന്ന ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ട് റെഡിയാക്കി പൈസ ഉള്ളിൽ പോയി. ക്യാപ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സർവീസ് പ്രൊവൈഡിംഗ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ജസ്റ്റ് ഗിവിംഗ് 12 to 13 or 14-15% CAGR. മലബാർ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ അത്ര ഇൻസ്പയറിങ് ഒരാളാണ്. കാരണം നിങ്ങൾ നോക്കി, ഒരു നാട്ടും പുറത്തുനിന്ന് ഒരാൾ ഇന്നിപ്പം അവർ ഞാൻ IPO ചെയ്യാൻ പോകും. ഫാദറിന് മലബാർ ക്യാപ്സ് ആൻഡ് ക്ലോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൽ ക്യാപ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് 18 ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 18 സ്റ്റാർട്ടിലേക്ക് അതൊരു എലിസ്റ്റോ എന്നുള്ള പേരായി, എലിസ്റ്റോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി. EPC കമ്പനീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ അക്കൗണ്ടിങ് ഫേമിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ERP സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് നോർമൽ ഒരു NRIൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കി, അല്ലെങ്കിൽ നോർമലായിട്ടൊരു വർക്ക് ചെയ്ത് പോകുന്നു, ഇവിടെയാണ് ഫിനാൻഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത്. ഞാൻ 2022-23 നമ്മളെ ഈസ്റ്റേൺ ഗ്രൂപ്പ് നവാസ് മീരാൻ സാറിനെ പുള്ളി പറഞ്ഞതെന്താ അറിയാം, ഒരു 20 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവന് കുറച്ച് റിസ്ക് എടുക്കാൻ നമുക്ക്. കാരണം ടൈം കൂടുതലും റിസ്ക് കുറേ ചെയ്യുന്നത്, റിസ്ക് എടുത്താലും കുഴപ്പമില്ല. 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് ആനുവലി ഒരു 17%-18% വർക്ക്ഔട്ട് ആവും. That's good. ഭയങ്കര നല്ല റിട്ടേൺ അല്ലേ. ആരെക്കൊണ്ട് നമ്മൾ SIP ചെയ്യിപ്പിക്കാം. തെക്കേപ്പുറം പെൻട്രേഷൻ നല്ല ഹൈ ആയിട്ടുണ്ട്. SIP മ്യൂച്വൽ ഫണ്ട്സ് എല്ലാവരും ചെയ്യണം എന്നുള്ള മൂഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ വിശ്വസിച്ചാൽ മതി. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇസ് ലൈക്ക് ബ്രോ. ഇറ്റ്സ് എലിസ്റ്റോ ബ്രീഫ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് ആണ്. ഇത് ഫസ്റ്റ് കഴിഞ്ഞ് ഇത് സെക്കൻഡാണ്. സോ മാർക്കറ്റായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് നമ്മളിതുകൊണ്ട് ചെയ്യുന്നത്. ബട്ട് ഇഫ് കൺസിഡർ യു ആസ് ഡെയിലി പൈസ വെച്ച് കളിക്കുന്ന ആൾക്കാരാണ്. പൈസ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ റിട്ടേൺസ് കൊണ്ടുവരിക, വെൽത്ത് മാനേജ്മെന്റ് വരാ. ആസ് എ ക്യാപ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അതും ഈ ഒരു യങ് ഏജിൽ. സോ ഇറ്റ് ഈസ് ഇപ്പം എനിക്കിപ്പോൾ 32 വയസ്സായി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഏകദേശം 9 കൊല്ലമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് 3-4 ഡൊമൈനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ്. പല പല ടേമിൽ ഞാൻ സഞ്ചരിക്കുന്ന വേഗയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ പലതായിട്ട് എത്തിയിട്ടുള്ളത്. സോ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഏത് കേസ് പറഞ്ഞാൽ, ചെറുട്ട് റോഡിൽ ക്യാപ് ഇൻഡെക്സ് എന്നൊരു ബോർഡ് കാണുമ്പോൾ ഞാൻ എൻ്റെ പാർട്ണർ ഉണ്ടായിരുന്നു, ഇത് ക്യാപ് ഇൻഡെക്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പേരുണ്ട്, തെക്കേപ്പുറാണ് ലൈക്ക് എന്നാണ് ഞാൻ റോ ആയിട്ട് അറിഞ്ഞത്. എനിക്ക് അത്ര ഡെപ്തിൽ അറിയില്ല. ബട്ട് തെക്കേപ്പുറായിട്ട് അതെ, സെയിം കമ്മ്യൂണിറ്റിയാണ്, സെയിം ഏരിയ ആണ്. ബട്ട് നമ്മൾ രണ്ടാളും കണ്ടിട്ടില്ല. ഇത് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ മീറ്റിംഗ്. എങ്ങനെ തോന്നുന്നു, കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഓൾ ഗുഡ്, അൽഹംദുലില്ലാ. ഓൾ ഗുഡ്. നിങ്ങൾ ഇത്രയും യങ് ഏജ് എന്ന് പറയണ്ട, നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത 9 years മുന്നേ എന്ന് പറഞ്ഞാൽ യു വിൽ ബി അറൗണ്ട് 22 അല്ലേ? 23. ഞാനും ഏകദേശം 2019 ആവുമ്പോൾ. ബട്ട് ഇത് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഞാൻ എൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെ അറിയുന്നവർക്കും അറിയാം. ഫാമിലിയിൽ ഫാദറിന്റെ ബ്രദറും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യലും ട്രേഡ് ചെയ്യലും ഉണ്ടായിരുന്നു. അപ്പം ദേ വർ പേയിങ് ലൈക്ക് FT ബ്രോക്കറേജ്, ഭയങ്കര ബ്രോക്കറേജ് കൊടുക്കുന്ന കാണുന്നുണ്ടായിരുന്നു. തോട്ട് വൈ കാൺ വി, അങ്ങനെ വി അപ്രോച്ച്ഡ് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗ്. അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ ദേ ഗേവ് us ലൈക്ക് ഫ്യൂ ക്രൈറ്റീരിയാസ്. ഇത്ര എക്സാം ക്ലിയർ ചെയ്യണം, ഇത്ര ഡെപ്പോസിറ്റ് വേണം, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം. അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് ആദ്യം അതെടുത്തു. 2019 വി സ്റ്റാർട്ടഡ് ഇൻ ആൻ ഓൺ. നമ്മളൊരു പാണ്ഡ്യല എന്നൊക്കെ പറയും, നമ്മൾ കൊപ്പരൻ്റെ ബിസിനസ് ആയിരുന്നു ഫാദറിന്. അതിൻ്റെ അതൊക്കെ ഇപ്പോൾ പോയി. കാരണം 2006-07 ആകുമ്പോഴത്തേക്കും കാലിക്കറ്റ് എന്നുള്ള മാർക്കറ്റിൽ കൊപ്പര ബിസിനസ് ഒന്നായിട്ട് എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. പിന്നെ കൊപ്പര ബിസിനസ് ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറേ റെൻ്റ് ഔട്ട് ചെയ്തു, കുറേ സെല് ചെയ്തു പാണ്ഡ്യലകളൊക്കെ. അതിൻ്റെ ഉള്ളിലൊരു ഓഫീസിൽ ഇരുന്നിട്ടായിരുന്നു ഫാദറിൻ്റെ ബ്രദറും എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നുണ്ട്. എല്ലാവരും കാങ്കേയത്തേക്ക് മാറി, കൊപ്പര ബിസിനസ് മൊത്തം തമിഴ്നാട്ടിലേക്ക് മാറി. പിന്നെ ഉണ്ടായ റെന്റും പിന്നെ ഈ ബിസിനസ്സൊക്കെ ആയിരുന്നു മെയിൻ ഇൻകം ആയിട്ടുള്ളത്. ട്രേഡിങ്ങും അത്ര വലിയ ഇൻകം ഒന്നും ആയിട്ട് മാറില്ല. കാരണം ട്രേഡിംഗ് ആയിരുന്നു ഫാദറിന്റെ ഫോക്കസ്. ഇൻവെസ്റ്റ് ചെയ്തത് നല്ല രീതിയിൽ. ഫാദറും കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കറിംഗ് മാത്രമാണോ ചെയ്തിട്ടുള്ളത്? ഫാദർ ഓൾമോസ്റ്റ് ഒരു 30 years പുറത്ത് ട്രേഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രാൻഡ് ഫാദർ ആണ് തുടങ്ങിയത്. ഗ്രാൻഡ് ഫാദർ ഒരു എഞ്ചിനീയർ ആയിരുന്നു, NIT ഗ്രാജുവേറ്റ് ആയിരുന്നു. പുള്ളി അബ്രോഡിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളി പണ്ട് IT ബൂം കണ്ടിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്, IT സ്റ്റോക്സ് വാങ്ങി തുടങ്ങി. എന്റെ ഫാദറിന്റെ ടൈമിലൊക്കെ, എന്റെ ഫാദറിന്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് വെസ്റ്റ് കോസ്റ്റ് എയർലൈൻസിന്റെ ഒക്കെ ഷെയർ ഇപ്പോഴും വീട്ടിലുണ്ട്. ആ സമയത്ത് ആൾക്കാർ കല്യാണത്തിന് പോയാൽ വരെ
എന്നെന്താ മാർക്കറ്റ് എന്ന് ചോദിക്കുന്ന കാലം കാലം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കേട്ട്. പിന്നെ അതൊന്ന് ബൂമായി ഡൗൺ ആയി, ദെൻ വീണ്ടും ഇപ്പോൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ മാർക്കറ്റിലുള്ള മെയിൻ പ്രോബ്ലം അവയർനെസ് ഇല്ലാത്തതാണ്. ഓക്കെ ആൾക്കാർക്ക് അവയർനെസ് ഇല്ല. അപ്പോൾ പലരെയും വിചാരം ഇതെന്തോ തട്ടിപ്പാണ്, ഓക്കെ പറ്റിക്കലാണ്. ഐ മീൻ ഇക്വിറ്റി മാർക്കറ്റ്സ് എന്താ കാരണം നമ്മൾ ഇനോഗ്രേഷൻ ചെയ്ത മലബാർ അഹമ്മദ് ഖാൻ. മലബാർ അഹമ്മദ് ഖാൻ അവിടെ കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഇഫ് യു കാൺ ബി എ കോർപ്പറേറ്റ് ഗോ വിത്ത് എ കോർപ്പറേറ്റ്. അതെ, അപ്പം നമുക്ക് കോർപ്പറേറ്റ് ആവാൻ പറ്റില്ല. അതിന് അവർ ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്, FMCG സാധനങ്ങൾ, ഇപ്പോൾ ഹിന്ദുസ്ഥാനി ലിവറിൻ്റെ സാധനം, യെസ്, അതൊരു വീട്ടിൽ യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഷെയർ നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ പാർട്ട്ണറായിട്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം ആരുടെ അടുത്തേക്കാണ് വരുന്നത്? അതെ, നിങ്ങളടുത്തേക്ക്. നമ്മൾ 2019 ഞാൻ മാർക്കറ്റിലേക്ക് ഈ ബ്രോക്കിംഗ് ലൈസൻസ് എടുത്ത് ഇറങ്ങിയ സമയത്ത് മാർക്കറ്റിൽ എല്ലായിടത്തും ഫസ്റ്റ് കൊപ്ര ബസാർ ഭാഗത്താണ് ഇറങ്ങിയത്. നമ്മൾ കൊപ്ര ട്രേഡേഴ്സ് ആയിരുന്നു പഴയ. ഫാദറിൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി എല്ലാവരും മാർക്കറ്റിൽ എന്തെങ്കിലും പ്രാവശ്യങ്ങളിൽ കൈയിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് എന്താണ്, പൈസ പോയിട്ടുള്ളൂ എന്ന്. പക്ഷേ ഹിസ്റ്ററി പറയുന്നത് എന്താ, മാർക്കറ്റിൽ കയറിയിട്ടേ ഉള്ളൂ. 1992 NSE തുടങ്ങിയതിന് ശേഷം ഇന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ആവറേജ് ഒരു CAGR CAGR 14-15% തന്നിട്ടുണ്ട്. പിന്നെ എവിടെ പൈസ പോകുന്നത് നോക്കി. അപ്പോൾ ആൾക്കാർ ഒന്നെങ്കിലും മനസ്സിലാവാതെ ഇൻവെസ്റ്റ് ചെയ്തതാ, ഡൈവേഴ്സിഫൈ ചെയ്യുന്നില്ല. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാണ്, പക്ഷെ ഡൈവേഴ്സിഫൈ ചെയ്യാത്താണ് മെയിൻ പ്രോബ്ലം. പ്രോപ്പർ ഡൈവേഴ്സിഫൈ ചെയ്യണം, പ്രോപ്പർ അനാലിസിസ് വേണം. ഇല്ല, ആർക്കും ഇല്ല എന്നുള്ളതല്ല, എല്ലാവരും ഗ്രീഡോട് കൂടിയാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന ആൾക്കാർ പോലും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുന്ന ഗ്രീഡ് കൊണ്ടാ. 1 ലക്ഷം രൂപ വരും, ഡെയിലി 1000 രൂപ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ എല്ലാവർക്കും വേഗം ഉണ്ടാക്കി ഡെയിലി ഇൻട്രാഡേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. 1 ലക്ഷം രൂപ വന്ന് ഡെയിലി 1000 രൂപ ഉണ്ടാക്കുക, ഇറ്റ്സ് 1% പെർ ഡേ. ഇമ്പോസിബിൾ ആണ്. നിങ്ങളൊരു 15% ഒക്കെ ഒരു കൊല്ലത്തേക്ക് 1 ലക്ഷം ഇട്ടിട്ട് നിങ്ങളെ ക്യാപിറ്റൽ 1,15,000 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ആസ് ബെസ്റ്റ് റിട്ടേൺ. കാരണം അത് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളൊന്ന് 5 ലക്ഷം രൂപ ജസ്റ്റ് ഒരു ലംസം ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 15-18% CAGR നെക്സ്റ്റ് 40 years പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 5,50,000 CR മുകളിലാവുന്നത് ഒന്നും ചെയ്യണം. 40 years 5 CR 50 crore ആവുന്നത്. ലൈക്ക് ഇൻഫ്ലേഷൻ ഒക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15-20 CR വാല്യൂ ഇന്നത്തെ ഉണ്ട്. അത് അപ്പം അങ്ങനെ പേഷ്യൻസ് വേണം ഇതില്. പക്ഷേ ഡെഡ് മണി ആയിരിക്കണം. ഡെഡ് മണി ഇൻ ദ സെൻസ് നമുക്ക് ഇപ്പം 5 lakhs ഒരാളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രോ ചെയ്യാതെ അയാൾ ഡെഡ് മണി എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരിക്കലും ഡെഡ് മണി അല്ലല്ലോ. അപ്പം പക്ഷേ അത്രയും ടൈം സ്പാനിൽ അയാൾ വെക്കേണ്ടത് അതിന് മുന്നേ ലിക്വിഡേറ്റ് ചെയ്യാം. അത് എനി ടൈം ലിക്വിഡേറ്റ് ചെയ്യാം. ഈ ഇക്വിറ്റി മാർക്കറ്റ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ലിക്വിഡിറ്റിയാണ്. ഇന്ന് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ പൈസ ആണ്. ബയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലാൻഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായി. ശരി, ഇപ്പോൾ നിങ്ങൾ ഈ ക്യാപ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഇതാണോ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങിയത്? ഞാൻ ആദ്യം തുടങ്ങിയത് എവിടുന്ന് നിങ്ങളെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് മൊമെന്റിലാണ് നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ സ്കൂൾ കഴിഞ്ഞ് ഇവിടെ സ്കൂളിൽ സെന്റ് ജോസഫ് ജൂനിയർ സ്കൂളിലാണ് പഠിച്ചത്. ടാഗോർ റോഡിന്റെ മുന്നിലുള്ള ICSE സെന്റ് ജോസഫ് ജൂനിയർ ICSE, ഇപ്പം ലൊയോള എന്ന പേര് അതിന്റെ. അവിടെ ആയിരുന്നു ഞാൻ 10th വരെ പഠിച്ചത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഫാദറിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, മീൻ ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നടന്നു പോകുമ്പം ഇവരിങ്ങനെ കുറേ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ടെർമിനലിലൊക്കെ ഇങ്ങനെ അടിക്കുന്നതാണോ ഓർഡർ ഇടുന്നതാണോ. അപ്പം അന്നേ ഇതിനെക്കുറിച്ച് ഞാൻ നല്ല ക്യൂരിയസ് ആയിരുന്നു. അപ്പം ഒരു 2017 ടൈമിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു ലീഗലായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഒന്നുമല്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രേഡിംഗ് ഈസി മണി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എൻ്റർ ചെയ്തൊരു സംഭവമായിരുന്നു. 17 നമ്മളന്ന് കയറി ഫാദറിൻ്റെ പേരിൽ തന്നെ ഫാദറിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത്, മീൻ നില്ലായി കിടക്കുന്ന ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ആ ഡിമാറ്റ് അക്കൗണ്ടിൽ പോയി പൈസ ഇട്ട് ട്രേഡിലേക്ക് പൈസ ഉള്ളു പോയി. എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ പൈസ പോയി ഇൻ ദ സെൻസ് ഫാദർ അറിയാതെ പിന്നെ ചെയ്യാൻ തുടങ്ങി. 18 ആയ പാടിനെ നമ്മൾ സാമിൽ സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഇവിടെ നമ്മളെ ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് തന്നെ ചോയ്സിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ഫ്രാഞ്ചൈസി. സാമിൽ സാർ അന്നേ പറയുന്നുണ്ട് ട്രേഡിങ് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ ഈസി മണീൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ 18 നോക്കി. അതിനുശേഷം മനസ്സിലാക്കി ട്രേഡിങ് അത്ര സിമ്പിളായ സാധനമല്ല. പിന്നെ സ്കോളേഴ്സ് എന്ന് പറഞ്ഞൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. ഞാനും ഷെഹീൽ എന്ന് പറഞ്ഞ പുള്ളിയാണ് അത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ +2 സയൻസ് ആയിരുന്നു പഠിച്ചത്. പിന്നെ കൊമേഴ്സിലേക്ക് മാറിയതാണ്. അപ്പോൾ കൊമേഴ്സ് ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ +2 കഴിഞ്ഞപ്പോൾ അവിടെ എന്തിനു പോയി പഠിക്കാൻ പോയി, അക്കൗണ്ട്സ് പഠിക്കാൻ പോയി. ആ സമയത്ത് അവിടെ 4-5 കുട്ടികൾ മാത്സ് ട്യൂട്ടർ ഇല്ല, കൊമേഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ മാത്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ്, അതിലൊരു സബ്ജക്റ്റാണ്. അങ്ങനെ അവർക്ക് മാത്സ് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഷെയിൽ പറഞ്ഞു നമുക്ക് അത് എന്ത് ചെയ്തോടെ തുടങ്ങിക്കൂടെ. അപ്പോൾ ഞാൻ ഷെയിലും കൂടിയും നമ്മൾ കുണ്ടുങ്ങൽ ഭാഗത്ത് ഒരു ട്യൂഷൻ സെൻ്റർ തുടങ്ങി. കുണ്ടുങ്ങൽ തോപ്പിൽ ഫ്ലാറ്റ്സ് അറിയില്ലേ? അതിൻ്റെ തൊട്ട് ബാക്കിൽ, തോപ്പിൽ ഫ്ലാറ്റിൻ്റെ ബാക്കിൽ ഒരു അത് 2018
ഓക്കെ 18-ലാണ്. അങ്ങനെ അത് 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 18 to 22 വരെ 17 ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. 16 ആൻഡ് 17ലേക്ക് നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് 18 സ്റ്റാർട്ടിലേക്ക് അതൊരു എലിസ്റ്റോ എന്നുള്ള പേരായി, എലിസ്റ്റോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി. പിന്നെ അതിന്റെ ഡിഫറെന്റ് ഡൊമൈൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ ഫസ്റ്റ് വന്നത് സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. കാരണം പൈസ ഒന്നും ഇല്ലല്ലോ. ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അത് വളരെ എളുപ്പമുള്ള പണിയാ. ലൈക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്. ബാക്ക്ഗ്രൗണ്ട് IT ബാക്ക്ഗ്രൗണ്ട് ആണോ അല്ലെങ്കിൽ? ഞാൻ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷനാ. ഞാൻ PG കഴിഞ്ഞ MES എഞ്ചിനീയറിംഗ് കോളേജിലെ കഴിഞ്ഞ. NIT സബ് ബ്രാൻഡ് ആയിട്ടുള്ള നിലിറ്റ് എന്ന് പറയും, അവിടുന്ന് നമ്മൾ PG കഴിഞ്ഞത് ഞാൻ. ദെൻ ആ സമയത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പാരലലി വർക്ക് ചെയ്യുന്നുണ്ട് കമ്പനി. സോ എലിസ്റ്റോ നമ്മൾ ഞാൻ മാത്രമല്ല, വസീം എന്ന് പറഞ്ഞ പാർട്ണറുണ്ട്. നമ്മൾ രണ്ടാളും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാന്നുള്ള ഇൻട്രസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ സമയത്ത് മീറ്റ് ചെയ്യുന്നത് മൊത്തം കമ്പനീൻ്റെ ഓണേഴ്സിനായിട്ടായിരുന്നു. ഈ ഓണേഴ്സിനാകുമ്പോൾ ഈ പണ്ടല്ല ഞങ്ങൾക്ക് ഈ ഗ്രാഫായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടീം ഇരുന്ന് അതിനൊരു ഗ്രാഫാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ പണിയാണ്. ഇപ്പോൾ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്ക് നമുക്ക് ഒരു സോഫ്റ്റ്വെയറോടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരു ERP സിസ്റ്റം അന്നേ ഉണ്ട് ശരിക്കും. സാപ്പൊക്കെ വരുന്ന സമയമാണ്. സാപ്പ് വന്നിട്ടുണ്ട്, ഒറാക്കിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ആൾക്കാർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റിലാണ് അത് എപ്പോഴും ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇങ്ങനത്തെ ഒരു ലോക്കൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെ ഇതിലേക്ക് എത്തി? സ്ട്രക്ചറൽ അത് പാർട്ട് ഓഫ് റൂട്ടാണ്. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓണറോട് നമ്മൾ സംസാരിക്കുന്ന പറയില്ലേ, ഓണറോട് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാണെങ്കിൽ മോർ സോഫ്റ്റ്വെയർ സെയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ അത്രയും കൺസ്യൂമേഴ്സ് ഉണ്ട്. ബട്ട് കുറച്ചും കൂടിയും നമുക്ക് UAE നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും തോന്നി. സോ നമ്മൾ UAE സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഇവിടുന്ന് തുടങ്ങി. UAE ബിസിനസ് അൽറിഗ ഉണ്ട്, സൈസിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഓപ്പറേഷൻ അല്ല, ട്രേഡിംഗ് അല്ല, നമ്മൾ സോഫ്റ്റ്വെയർ സെല് ചെയ്യാം. EPC കമ്പനീസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ അക്കൗണ്ടിങ് ഫേമിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ERP സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് വി ആർ പ്രൊവൈഡിങ്. ഇപ്പോഴും ഉണ്ട്, നമ്പർ 1 ആയിട്ട് പോകുന്നുണ്ട് ദുബായിൽ സോഫാർ. ഇവിടെ ഇന്ത്യയിലുണ്ട്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് അവിടത്തേക്ക് മാറിയത് വി നീഡ് മണി അറ്റ് ദ മൊമെന്റ്. കാരണം സർവൈവ് ചെയ്യണമെങ്കിൽ ഫണ്ട് ഫ്ലോ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ കണക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ദുബായിൽ ഓപ്പൺ ആക്കി. വസീം പാർട്ണറാണ് ദുബായിൽ ഉണ്ടാവുക, ഞാനാണ് ഇന്ത്യൻ ഓപ്പറേഷൻസ് നോക്കുന്നത്. ഈസ് ലുക്കിംഗ് ഫോർ അങ്ങനത്തെ ഏരിയകൾ. എനർജി ട്രേഡിംഗ് ഉണ്ടോ? എനർജി ട്രേഡിംഗ് അവിടെ ഇല്ല, അവിടെ സപ്ലൈ ഉണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്, പാനൽസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. എനർജി ട്രേഡിങ്ങും ഈ സോളാർ പാനൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ സെൽ ചെയ്യാന്ന് രണ്ട് മെത്തഡാണ്. എന്താണ് അത് ശരിക്കും? എനിക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രി. ഈ എനർജി ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് KCB ഒരു എക്സ് വാല്യൂന് ഒരു 10 രൂപക്ക് 11 രൂപക്കാണ് എനർജി തരുന്നുണ്ടെങ്കിൽ, ഇത് ഹൗസ് ഹോൾഡ് ആണ്, കൊമേഴ്ഷ്യൽ ഹൗസ് ഹോൾഡ് അല്ല, ഹൈ എൻഡ് കൊമേഴ്ഷ്യൽസ് മാത്രം. ഹോസ്പിറ്റൽ റേറ്റ് മാറും. അവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 rupees അല്ലെങ്കിൽ 10 rupees വരുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു അവറേജ് വി ക്യാൻ ഗിവ് ദം 4.85 rupees മാക്സിമം. ഫിക്സഡ് ആണ് 25 ഇയേഴ്സിലേക്ക് ഫിക്സഡ് ആയിട്ട് ഒരു കോസ്റ്റിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, എനർജി സപ്ലൈ ചെയ്ത് കൊടുക്കും. എത്ര എനർജി വേണമെങ്കിലും. അപ്പോൾ 8 മെഗാവാട്ട് ആയിരിക്കും, ചിലപ്പോൾ 10 മെഗാവാട്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് മാൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു 12 മെഗാവാട്ട് ആയിട്ട്. ഹൈലൈറ്റ് മാൾ 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 35+ 42+ ലാൻഡ് കോസ്റ്റും വരും, 50 മുകളിൽ വരും. ഈ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾക്കാർ വേറെ ആയിരിക്കും. ഇൻവെസ്റ്റർ ഒരു കാപ്പെക്സ് കമ്പനി എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. PPA എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന പോലെ, കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ അവരായിട്ട് പാർട്ടായിട്ട്. ഒരു യൂണിറ്റ് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഈ 100% വാല്യൂ ലാൻഡ് നിങ്ങൾ ലീസ് ചെയ്യണോ അതോ ലാൻഡ് ലീസിന് എടുത്താൽ മതി? എത്ര എക്സ്പെക്ട് ചെയ്യാം? IRR നമ്മൾ സാധാരണ കാൽക്കുലേഷനിൽ ഒരു 16 to 20 ഉള്ളിലായിരിക്കും ഉണ്ടാവുക. സോ the average return will be 5% or 5.5% per annum. Yes. Like ഞാൻ ഫിനാൻസ് മാൻ ആയതുകൊണ്ട് ചോദിക്കാണ്, how can you beat this inflation? Like 5.5. കാരണം നിങ്ങൾ ഇത് എൻഡ് ഓഫ് 25 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്ക്രാപ്പായി. ഇതിലെന്താന്ന് വെച്ചാൽ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്. അസറ്റ് ഡിപ്രിസിയേഷൻ ഈസ് ക്ലോസ് ടു 40% നമുക്ക് അവൈലബിൾ ആണ്. ടാക്സ് അടുത്ത 10 വർഷത്തേക്ക് ഇൻകം ടാക്സ് ഇല്ല ഇങ്ങനെ ചെയ്യുന്നതിന്. എന്നാൽ കൂടി ഇൻഫ്ലേഷൻ 6% ഇല്ലേ? അത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രോഫിറ്റബിൾ ഓൺലി. അല്ല, 5.5% റിട്ടേൺ തരുന്നുള്ളൂ. ഇൻഫ്ലേഷൻ 6% ഉണ്ട്. 5.5% എന്നല്ല ശരിക്കും, അത് ഡിപ്പെൻഡ്സ് ഓൺ പ്രോജക്റ്റ്. ഇപ്പൊ നമ്മളെല്ലാരും മാർക്കറ്റിൽ പറഞ്ഞ ഒരു 1 lakhന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നല്ല ഇതിന്റെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്. 500+ വരും.
ജനറലി നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത കേസ് നോക്കുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഏരിയ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെർ ലാക്ക് നിങ്ങൾ കൺസിഡർ അല്ലെങ്കിൽ പെർ CR നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ടു 2.2 സംതിങ് അതായിരിക്കും നിങ്ങൾക്ക് കോസ്റ്റിംഗ് വരാം. എന്ന് പറയുകയാണെങ്കിൽ പെർ ലാക്കിന് ഏകദേശം 2,500 രൂപ 3,000 രൂപേൻ്റെ ഉള്ളിൽ കിട്ടുന്ന പോലെ ഉണ്ടാവും പെർ ആനം അല്ല പെർ മന്ത്. ആ മന്ത്ലി നമുക്ക് റിട്ടേൺസ് വരുന്നുണ്ടല്ലോ നമുക്ക് ഈ ഹൈലൈറ്റ് മാൾ. അതെ, കമ്പാരിറ്റീവ് ഹ്യൂജ് ആണ്. നമ്മൾ ഈ ഇത് പറയുന്നത് ലോണിന്റെ പെർസെന്റേജ് കഴിഞ്ഞിട്ടാണ്, ലോൺ കഴിഞ്ഞിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഇങ്കലായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. ഇങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇങ്കൽ എന്ന് പറഞ്ഞ കമ്പനി ലോൺ എടുക്കാൻ ചെയ്യുന്നത്. അതിന്റെ ശേഷം വരുന്ന അവരെ റിട്ടേൺ ആണ് ഞാൻ പറഞ്ഞത്. ഒരു 10 CR ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 30-40 lakhs കൊല്ലത്തേക്ക് 4-5 CR 5 CR പുറത്ത് വരും. That's around 50% yes per annum. 2 കൊല്ലം കൊണ്ട് പൈസ മുതലായി. 2.5 കൊല്ലം 3 കൊല്ലം കൊണ്ട് 3.5 years വരും. Oh, that's great. നമ്മള് ഇപ്പൊ കാൽക്കുലേഷൻ IRR കാൽക്കുലേഷൻ അല്ല ഞാൻ പറഞ്ഞത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 3.5 years നിങ്ങൾക്ക് സോളാർ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ കാഗർ ആയിരിക്കും 17% IRR അല്ലേ? മേബി ആനുവലി ഒരു 17% 18% വർക്ക്ഔട്ട് ആവും. That's good. ഭയങ്കര നല്ല റിട്ടേൺ അല്ലേ? നല്ല റിട്ടേൺ. അതുകൊണ്ടാണല്ലോ ഈ കേരള ഗവൺമെന്റ് ആണ് ഇംഗലിന്റെ ഒക്കെ 30%ഓളം ഇപ്പോഴും പ്രോജക്ട്സ് ഓൺ ആയിരിക്കും. ഇപ്പോഴും ഓൺ ആയിരിക്കും. ഇപ്പൊ നമ്മള് ഇൻവെസ്റ്ററിന് വരാം. ഞാൻ ഇൻവെസ്റ്ററെ ലൂപ്പ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്ററെ ലൂപ്പ് ചെയ്യുന്നത് വേറെയുള്ള കമ്പനീസ് ആണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് EPC വർക്ക് ചെയ്തിട്ട് വി ആർ ലൈക്ക് എ ബ്രോക്കർ ഓർ മീഡിയേറ്റർ. ഇതിലെല്ലാം റിട്ടേൺസ് ഉള്ളതാ. എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻഷുർഡ് ആയിരിക്കും. അടുത്ത 25 years ഇൻഷുർ ആയിരിക്കും. എന്ത് സംഭവിച്ചാലും ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വന്നു. അപ്പം പ്രൊജക്ടിന് എന്താവശ്യമുണ്ട്? ദേ നീഡ് ലൈക്ക് സോളാർ. നിങ്ങൾ പറഞ്ഞ കമേഴ്ഷ്യൽ ലാൻഡ് ഇപ്പൊ ഹൈലൈറ്റ് പോലുള്ള വേറൊരു പ്രൊജക്ട് വന്നു. ഒരു 50 CR ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിക്കാം. അതെ, 50 CR ഇൻവെസ്റ്റ്മെന്റ് വിത്തൗട്ട് ലാൻഡ് ആയിരിക്കും. വിത്തൗട്ട് ലാൻഡ്. അപ്പൊ ലാൻഡ് ലീസിന് എടുക്കേണ്ടി വരും. എത്ര ഇയേഴ്സ് നിങ്ങൾ ലീസ് എഗ്രിമെന്റ്? 25 years 27 years എടുക്കും. 25 ഒരു ഇപ്പൊ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ 27 years. അപ്പം അഡ്വാൻസ് 27 years പൈസ ആദ്യം കൊടുക്കണം. obviously not rent. അതെ, പ്രോപ്പർ ലീസ്. അതെ, പ്രോപ്പർ ലീസ് അഗ്രിമെന്റ് ചെയ്യും. ക്ലോസ് ചെയ്യും. അതെ. അപ്പൊ ഇതിന് വേറെ ടയർ എന്തെങ്കിലും വരും? മെയിന്റനൻസ് ഇതില് ആ കോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ an average of unit നമ്മളൊരു 4 units എന്നാ പറയാ per kilowatt എന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. So the highlight the group who is taking this energy will pay us. അങ്ങനല്ലേ? അതെ. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള ഫോറം മാളായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് മാൾ ചെയ്തിട്ടുണ്ട്, അധികം ഹോസ്പിറ്റൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇവർക്കുള്ള എനർജിയിലുള്ള കൺസംഷൻ കുറഞ്ഞ റിട്ടേൺസ് പറയും. അതെ. പക്ഷെ നമ്മൾ കൺസംഷനെ മിനിമം ആയിരിക്കും നമ്മളെപ്പോൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 10 MW നീഡ് ഉണ്ടെങ്കിൽ അയാൾ ഏറ്റവും മിനിമം എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ സെല് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മളത് മിനിമം അഷ്വറൻസ് ഉള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ സൈൻ ചെയ്യുന്ന പ്രോജക്റ്റ് ആരാണോ അവർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഹൈലൈറ്റ് മാളിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ് എന്ന മാളായിക്കോട്ടെ, ഈ മാളിലൊരു 14 MW റിക്വയർമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 12 MW ആയിരിക്കും, ബാക്കിയുള്ളത് വേരിയബിൾ ആയിരിക്കും. സോ മിനിമം എപ്പോഴും അഷ്വറൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിട്ട് ക്ലയന്റ് പോയാലും നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലയന്റ് പോവുകയാണെങ്കിൽ ലാഭമുള്ളൂ. കാരണം ഇന്നത്തെ അഗ്രിമെന്റിൽ നമ്മൾ ഒരു എക്സ് എന്ന വാല്യൂലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. നാളെ എന്തായാലും എനർജി കോസ്റ്റ് അപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അന്ന് ആ ക്ലയന്റ് പോവുകയാണെങ്കിൽ അത് അന്നത്തെ വാല്യൂ നമുക്ക് അതെ 25 years ലോക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ബേസിക്. അതിന് നിങ്ങൾക്ക് കോസ്റ്റ് ഒന്നും കൂടുന്നില്ല? ഇല്ല, കൂടുന്നില്ല, ഫിക്സഡ് ആയിട്ട് വരും. ഈ ഇൻവെസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ലുക്രേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. അതെ, അതെ. റിസ്ക് ഒന്നുമില്ല, എല്ലാം ഇൻഷുർഡ് ആണ് എല്ലാ കേസിലും. ലാൻഡിലെ കേസാണ്. ഇൻഷുറൻസ് എന്തിനാണ് ശരിക്കും ആവശ്യത്തിന്? ശരിക്കും ഇൻഷുർ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു എഫക്ട് ചെയ്യരുത്. 100% ഇൻഷുറിലായിരിക്കും പോവാം. ഫണ്ട് റേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു കോമൺ പൂളിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ മാരിഗോ എന്ന് പറഞ്ഞ കമ്പനീസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്കൽ എന്ന് പറഞ്ഞ കമ്പനി, ഇങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് ക്ലയൻസ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വിൽ കം അപ്പ് വിത്ത് ദ ക്ലയൻസ്, വി ഗെറ്റ് ദ EPC ആൻഡ് വിൽ ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. അവർ ഇത് ചെയ്യും, അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലിന് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വലിന് പറ്റും, അത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ 50 CR 100 CR റെഡി ആണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു മോഡലാണ്. ഐ തോട്ട് ഒരു 5 lakhs 10 lakhs ഉള്ള ആയിരിക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരു ഇത്ര ലാഖിന് റിട്ടേൺ പക്ക ബിസിനസ് ടു ബിസിനസ് നമ്മൾ എന്താ ചെയ്യുന്നത്. അപ്പം വലിയ വലിയ കമ്പനീസ് ടാറ്റ ചെയ്തിട്ടുണ്ട്, ടാറ്റ കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. അവരെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് KCBക്ക് സപ്ലൈ ചെയ്യാം.
മനസ്സിലായി. അങ്ങനെ ഒരു പക്ക പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയി. നമ്മളെങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിന് ₹500 മുതൽ എങ്ങനെ ഹൗ ദേ ക്യാൻ ബിൽഡ് ദിയർ ക്രിയേറ്റ് ദിയർ വെൽത്ത് എന്നുള്ളതാണ്. അതെ, ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറയുകയാണെങ്കിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിന് ലിറ്ററലി ഫണ്ട്സ് അവൈലബിൾ ആയിരിക്കും. UK പോലത്തെ കൺട്രീസ് അല്ലെങ്കിൽ കൺട്രീസ് അവിടെ നിന്നായിരിക്കും ജപ്പാൻ, UK അതൊക്കെ ആയിരിക്കും വരാം. സോ അവരായിരിക്കും അത് ലൂപ്പ് ചെയ്യുക, ഫണ്ടിങ് വരച്ച. സോ അവരെ റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. നമ്മൾ ജനറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഫണ്ടിങ് ഇൻവോൾവ്മെന്റിലേക്ക് ഒന്നും വരുന്നില്ല. നമ്മൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. എത്ര രൂപക്ക് ഇത് ഹൈലൈറ്റിന് കൊടുത്തു ഈ ഒരു പ്രൊജക്ട്. ഹൈലൈറ്റിന് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സീറോ അല്ലേ? അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് അല്ലേ ഇപ്പം സോളാറിലേക്ക്? 100% പോവാ. കമേഴ്ഷ്യൽ ഒറ്റയടിക്ക് ഏകദേശം ഒരു 6 കോടി രൂപയുടെ അടുത്ത് ലാഭം ഉണ്ടാവും ഒരു കൊല്ലം. അപ്പം എല്ലാവരും ഇതിലേക്ക് മാറണം. അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൗസ് ഹോൾഡ് മാറില്ല. മിനിമം 1 മെഗാവാട്ടിന്റെ റിക്വയർമെന്റ് വേണമെന്നുള്ളതുണ്ട്. അപ്പം ഒരു ഫ്ലാറ്റ് എടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് എടുക്കാം. അപ്പൊ അവിടെ എത്ര വേണ്ടി വരും? ലൈക്ക് കോമൺ ഏരിയ ഫ്ലാറ്റിന്റെ കോമൺ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ 3 ലിഫ്റ്റ് ഉണ്ട്. 30 കിലോവാട്ട് അല്ലെങ്കിൽ 40 കിലോവാട്ട്. എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക്? മിനിമം 1 മെഗാവാട്ട് 1000 കിലോവാട്ട്. അപ്പൊ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ഇത് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഹൈലൈറ്റ് മാളിന്റെ കോമൺ ഏരിയ മാത്രമാണോ അല്ലെ? ഹൈലൈറ്റ് മാൾ അപ്പൊ അവിടുത്തെ ഷോപ്സും എല്ലാം എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവിടെ സൈബർ പാർക്സ് ഒക്കെ നടക്കും. സൈബർ ഒക്കെ ഇതാണോ യൂസ് ചെയ്യുന്നത്? ഇപ്പോഴായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചിൻ ഓഫീസ് Q1 നിപ്പോൺ മാളിലാണ് നമ്മള് പാലാരിവട്ടം. അപ്പം അവിടെ ഒന്നും ഈ സിസ്റ്റം ആയിട്ടില്ല. ഇത് ജനറലി ഈ സിസ്റ്റം കേരളത്തിൽ തന്നെ വളരെ റയർ ആയിട്ടുള്ളൂ. നമ്മളാണ് ചെയ്ത് തുടങ്ങുന്നത്. ഇംഗൽ പോലത്തെ ഒരു കമ്പനി ഈയിടായിട്ട് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ തീരെ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കാണ്. ഒരു ന്യൂസ് കണ്ടു, ലൈക്ക് ഇനി സോളാർ വെക്കുന്നതിൽ ലാഭം ഇല്ലാന്നോ? അതെന്താണ് അതിന്റെ ഒരു അതെന്താ പറഞ്ഞാൽ KCB എല്ലാ റെഗുലേറ്ററി കമ്മീഷൻ റൂൾസ് എല്ലാ 5 ഇയറിലും കൊണ്ടുവരും. ഈ റൂൾസ് പറയുകയാണെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതുവരെ പറയാം. ലിറ്ററലി ഇതൊരു എഫക്ട് ചെയ്യുന്ന സാധനമാണോ വെച്ചാൽ എഫക്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് മൂവ്മെന്റ് ഇടണമെന്നുണ്ടെങ്കിൽ കേരളം എപ്പോഴും അങ്ങനെയാണ്. നമ്മളെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ പിച്ച് ചെയ്യുന്ന സാധനം. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് മാത്രമാണ് സക്സീഡ് ചെയ്യാൻ പറ്റുക. കാരണം 100% ആൾക്കാരും സോളാർ ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിലൊക്കെ ഇത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഒരു ലൈനിൽ സോളാർ സപ്ലൈ ചെയ്ത് അപ്പുറത്തെ ആൾക്കാർ ഉപയോഗിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും? അറ്റ് എ ടൈം അത് അവർക്ക് ലാപ്സ് ആയിട്ട് പോവാണ്. ഇപ്പോഴത്ര ഒന്നുമില്ല, ഇപ്പോഴൊക്കെ 20% അടുത്തുള്ളൂ. പക്ഷേ കേരളം മുമ്പേ ഒരു വിഷൻ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കേസാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾറെഡി റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാ മെഗാവാട്ട് സ്കെയിൽ പ്രോജക്ട്സിലും 20% ബെസ് സിസ്റ്റം വരണം എന്നുള്ളത്. പറഞ്ഞാൽ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ രാത്രി ഓണാക്കി വിടണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കാലിക്കറ്റിൽ നമുക്ക് ഡീസൽ പവർ പ്ലാന്റ് ഇല്ലേ, ഇത് അധികം രാത്രിയാണ് ഓപ്പൺ ആവുക. ഒരു 6 മണിക്ക് ശേഷം ഡീസൽ കത്തിച്ചിട്ടാണ് നമുക്ക് കറണ്ട് വരുന്നത്. രാവിലെ ഇവിടെയുള്ള സോളാർ മുതൽ എല്ലാ ആൾക്കാർക്ക് നിന്നുള്ള പ്രൊഡക്ഷനും പുറത്തുനിന്ന് വരുന്ന പ്രൊഡക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ എനർജി ട്രേഡിംഗിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതാണെങ്കിൽ എവറി 50 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സംസ്ഥാനത്തു നിന്ന് എനർജി പർച്ചേസ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 33ന്റെ അബോവുള്ള കണക്ടിവിറ്റിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഇല്ല, അങ്ങനല്ല. അങ്ങനെ ആകുമ്പോൾ കേസ് മാറും. അതെ, നിങ്ങൾ റിട്ടേൺ കൂടാ ചെയ്യുക. അതിന്റെ റിയാലിറ്റി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സോളാർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞുതരാം. സോളാർ ചെയ്യുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പോൾ പണ്ട് നമ്മൾ ചെയ്തത് ഒരു ചെറിയ ഏത് ആൾക്കാർക്കും വേണമെങ്കിൽ, ഒരു ടെക്നിക്കായിട്ട് വിവരമില്ലാത്ത ആൾക്കാർക്ക് വരെ വേണമെങ്കിൽ ഇതുവരെ സോളാർ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് പോകാന്നുള്ളതാണ്. ഈ ബെസ്സസ്റ്റൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കും, ലിറ്ററലി വോൾട്ടേജും ഇതിൻ്റെയൊക്കെ ക്ലിയർ കണക്കറിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറുകിട ആൾക്കാരൊക്കെ ഏകദേശം വൈപ്പായി പോകും. അത്യാവശ്യം എഞ്ചിനീയറിംഗ് കമ്പനിയായിട്ട് ഇത് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാവും ഇതിൻ്റെ എൻഡ് പോയി നിൽക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ. രണ്ടാമത്തത്, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3.5 ലക്ഷം റുപ്യക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സോളാർ നാളെ അതൊരു 5 ലക്ഷം റുപ്യ ആവും എന്നുള്ള സത്യം തന്നെയാണ്. ബട്ട് നാളെ നിങ്ങൾക്കത് അല്ലെങ്കിൽ ഇന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ സ്റ്റോർ ചെയ്യുന്ന സാധനം എനിക്ക് രാത്രി 6 മണിക്ക് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഞാൻ രാവിലത്തത് ഞാൻ ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം ആണ് ഞാൻ രാവിലത്തെ പുറത്തേക്ക് കൊടുക്കുന്നത്. രാത്രി എനിക്ക് കിട്ടുന്ന യൂണിറ്റിന് ചാർജ് പറഞ്ഞാൽ 11 റുപ്യ ആയിരിക്കും. എനിക്ക് 11 രൂപ കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ യൂണിറ്റിന് 3 സ്ലാബ് ഉണ്ട് നമുക്ക്. TOD എന്ന് പറയും. ഒന്ന് ഒരു 6 രൂപ, ഒരു 7 രൂപ, അല്ലെങ്കിൽ 11 രൂപ. അങ്ങനെയാണ് സ്ലാബ് ഏകദേശം വരാം. 5 രൂപ ഡിപ്പെൻസ്, ഓരോ കസ്റ്റമറും ഡിപ്പെൻഡ് ആയിരിക്കും. ഈ രാത്രിയിലുള്ള സ്ലാബിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററി വെച്ചിട്ട് കൺസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഈ മാളിൽ രാത്രി 11 രൂപയാണ് ബില്ല് വരുന്നത് ഒരു യൂണിറ്റിന്.
രാത്രി ഒരു 3 ബാറ്ററി ആണ്, ഒരു 5 മെഗാവാട്ടിൻ്റെ 3 ബാറ്ററിയിൽ നിന്നാണ് കറണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ KCBൻ്റെ അന്നത്തെ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് നൈറ്റ് 0 ആണ്. രാവിലെ 4.5 റുപ്പീസ് ഉള്ളൂ ആകെ, അല്ലെങ്കിൽ 6 റുപ്പീസ് ഉണ്ടോ മാക്സിമം. സോ 6 റുപ്പീസിന് കിട്ടുമ്പോൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കൂടുതലാണ് ചെയ്യുക. അതിന് വരുന്ന കോസ്റ്റ് അത്ര ഒന്നുമില്ല. ഒരു 5 മെഗാവാട്ടിൻ്റെ ബാറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2.5 to 3 CR മാക്സിമം വരുള്ളൂ എങ്ങനെ നോക്കി കഴിഞ്ഞാണെങ്കിൽ. സോ റിട്ടേൺസ് കൂടെ ചെയ്യുന്നത്. പെട്ടെന്നൊരു ബാക്കിൽ നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. കുറെ ആൾക്കാർക്ക് അത് എഫക്റ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് 5 years EV ഇൻഡസ്ട്രി, കാരണം കഴിഞ്ഞൊരു പാസ്റ്റ് 5 years നോക്കുകയാണെങ്കിൽ EV അല്ലെങ്കിൽ പവർ സെക്ടേഴ്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അടിച്ചു കയറി. ഫണ്ട് മാനേജേഴ്സ് ഇപ്പം ഒന്നും ബാക്കോട്ടേക്ക് നിൽക്കാനാണ് പവറിൽ പറയുന്നത്. അപ്പം വാട്ട് യു സീ മാർക്കറ്റിൽ പവർ ഗ്രിഡ്, ടാറ്റ പവർ എടുക്കുക, അദാനി, എല്ലാ സ്റ്റോക്സും ഇമ്മൻസ് റിട്ടേൺ തന്നെ കഴിഞ്ഞ 5 കൊല്ലത്തിൽ അടിച്ച് ഇനിയും കയറും. കാരണം എന്താ വെച്ചാണെങ്കിൽ നെക്സ്റ്റ് 5 years കാരണം എന്താ വെച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യനെ പോലത്തെ ഒരു കൺട്രി, ഇന്ത്യനെ പോലത്തെ ഒരു കൺട്രിയിൽ ഇതൊന്നും എവിടെ എത്തുന്നില്ല. അത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ത് വേണം ഇന്ത്യക്ക് നീഡ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ക്ലയൻസിനോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഇന്ത്യയിൽ വിശ്വസിച്ചാൽ മതി. പോപ്പുലേഷൻ യങ് ഏജ് ആണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല, യങ് ഏജാ. അപ്പൊ ഇതിൽ 10% ആൾക്കാർ ഓട്ടോമൊബൈൽ വാങ്ങിയാൽ മതി, വണ്ടി വാങ്ങിയാൽ മതി. ഓട്ടോമൊബൈൽ സെക്ടറിൽ കയറെങ്കിൽ കൂടിയും അതിന്റെ റീപ്ലേസ്മെന്റ്, അതുപോലത്തെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബെനിഫിറ്റ് ഉള്ള എല്ലാന്നാണ് സത്യം. ഞാൻ പറഞ്ഞത് എനർജി സെക്ടറാണ്. സെക്ടേഴ്സ് ഞാൻ പറയില്ല, ഞാൻ ഏത് ഇന്ത്യയിൽ നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായതുകൊണ്ട് ഈ പോപ്പുലേഷനിൽ 10% ആൾക്കാർ വീട് വെച്ചാൽ മതി, വണ്ടി വാങ്ങിയാൽ മതി. 50% മുകളിൽ ആൾക്കാർ FMCG യൂസ് ചെയ്യുന്നുണ്ടാവും. 50 ഒന്നല്ല, അപ്പൊ തന്നെ മാർക്കറ്റ് കാണാൻ പോലും പറ്റാത്ത രീതിയിലെത്തും. കാരണം ഇപ്പം ഹീറോ മോട്ടോ കോപ്പ് എടുക്കുക, അപ്പൊ ബജാജ് ഓട്ടോ, മാരുതി എടുക്കുക, ടാറ്റ മോട്ടോഴ്സ് എടുക്കുക, അപ്പൊ ഹ്യുണ്ടായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സെയിൽസ് കൂടും, പ്രോഫിറ്റ് കൂടും. കൺസംഷൻ നിങ്ങൾക്ക് വാരിയറില്ലേ, റൈസൺ ഈസ് ഗോയിങ് ടു IPO. എനിക്ക് തോന്നുന്നു IPO എത്തി തോന്നുന്നു. റൈസൺ ഓൺ ദ വേ ആണ്. റൈസൺ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാ. റൈസൺ, പ്രീമിയർ, പിന്നെ വിക്രം, ഇങ്ങനത്തെ ഒരുപാട്. സുസ്ലോൺ അതെ, ഭയങ്കരമായ കയറി പോയ കമ്പനി, പൊട്ടി തകർന്ന്. ഞാൻ പേഴ്സണലി ഞാൻ ഇപ്പോഴും കാണിക്കാറ് 8 റുപ്യക്ക് വാങ്ങിയ ഷെയറാ, 70 വരെ എത്തി. ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് നോക്കണം എത്രയെന്ന് അറിയില്ല. ഞാൻ മാർക്കറ്റായിട്ട് ബന്ധമില്ല. അതെ, ശരിക്കും ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എനർജിയും കാര്യങ്ങളും ട്രേഡ് ചെയ്യുന്നത് കൊണ്ട്. എനർജി ഈ നമ്മളെ ട്രേഡ് എന്ന് പറയുന്ന ട്രേഡ് വേറെ അല്ല, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കമ്പനീന്റെ സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. 100%. അപ്പം ആ കമ്പനിയുടെ നിങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ കൂടി നിങ്ങൾ എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോർട്ട് ടേമിൽ നമുക്ക് എങ്ങനെ ഫണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. പിന്നെ ആ റിസ്ക് ഞാൻ എടുത്തിട്ടില്ല. റിസ്ക് ആണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഷോർട്ട് ടേമിൽ ഇക്വിറ്റി മാർക്കറ്റിൽ എല്ലാവരും ഒരു കോമൺ ലേമൻ കോൺസെപ്റ്റിൽ എല്ലാവരും ആലോചിക്കുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരനെ പറയാം, ഇപ്പോൾ എനിക്കൊരു 5 lakhs ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10 lakhs ഉണ്ട്, അല്ലെങ്കിൽ 20 lakhs ഉണ്ട്, ഇത് എനിക്ക് ഇട്ടാൽ എത്ര റുപ്യ വരും എന്നുള്ളതാണ് എല്ലാവരുടെ കാഴ്ചപ്പാടും. ഒരു ഇനീഷ്യൽ കേസ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഇനീഷ്യൽ കേസ് നമ്മളൊരു കമ്പനി തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. എന്നാലും ചാൻസ് കുറവാണ്, റിസ്ക് ആണ്. പക്ഷെ എന്നാലും അത് എത്തൂല. പക്ഷെ ഇപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ തന്നെ അവരോട് പറയും, ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലിറ്ററലി ഒരു കാര്യമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കാട്ടും ബെറ്റർ ആവാം. ഇതാണ് ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഷോർട്ട് ടേമിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു 5% 10% നഷ്ടപ്പെടാൻ ഓക്കെ മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 2 മാസത്തേക്ക് 3 മാസത്തേക്ക് വന്നാൽ മതി. കാരണം വി കാൺ ടൈം മാർക്കറ്റ്. നമുക്ക് എങ്ങനെ ടൈം ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ്. അങ്ങനെയാണെങ്കിൽ no one can buy from bottom and sell from. നിങ്ങൾ ഒരു ഷെയർ നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യൂല, ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ക്യാപിറ്റൽസ് ഒരു സർവീസ് പ്രൊവൈഡിംഗ് ആണ്. സർവീസ് പ്രൊവൈഡിംഗ് Demat account opening, purchasing of shares, and buying, selling of shares. Whatever he said he purchase, you will purchase on behalf of him. നമുക്ക് പല പ്രൊഡക്ട്സും ഉണ്ട്. ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ നമ്മൾ IIFL എന്ന് പറഞ്ഞ കമ്പനീന്റെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. SM എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ് നമ്മൾ. അപ്പം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ, അപ്പം ഷെയറിന് വന്നിട്ട് എന്ത് ചെയ്യണം, ഷെയറിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പം ഷെയറിന്റെ വിഷൻ, ഒരു ലോങ് ടേം വിഷനിലാണ് വരുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. ആ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് ഉണ്ട് നമുക്ക്. ആ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ നിങ്ങൾക്ക് തരും. അതുകൂടാതെ നിങ്ങൾക്ക് റീബാലൻസിങ് എല്ലാ കൊല്ലം അല്ലെങ്കിൽ 6 months 1-to-1 ആയിട്ട് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ഷെയറായിട്ട് സംസാരിക്കും. രണ്ടാമത്തെ കോൾ ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്. കോൾ ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ IIFL അഡ്വൈസറിയിൽ നിന്ന് വരുന്ന അഡ്വൈസറി കോൾസ് നമ്മളെ ടെർമിനൽ ഡീലേഴ്സ് നമ്മളെ ക്ലയൻസിനെ വിളിച്ച് പറയും,
സാർ ഈ ഒരു സാധനം ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ ഓക്കെ വി ക്യാൻ ഗോ ഫോർ ദിസ്. അങ്ങനത്തെ ഒരു കോൾ ആൻഡ് സർവീസ് ഉണ്ട്. മൂന്നാമത് നമുക്ക് പ്രീ ഡിറ്റർമിൻ ആയിട്ട് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളെ ട്രേഡിംഗ് പ്രൊഡക്ട്സ് ഉണ്ട്. ആ ട്രേഡിംഗ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, ക്ലയൻസിന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. നാലാമത്തത് നമുക്ക് പറയാനുള്ളത് IAP എന്ന് പറഞ്ഞ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. PMS, IAPs, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ, PM പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്. ഇതൊക്കെ നടത്തുന്നത് ഒരു AMCകളാണ്. ഈ AMCകളെ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യാണ്, റീസെൽ ചെയ്യാണ്. ഇപ്പം ഷായദ് പോയിട്ട് ഒരു നിപ്പോൺ മ്യൂച്വൽ അല്ലെങ്കിൽ SBIൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അത് SBI ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് AMC ആണ്. SBI എന്ന് പറഞ്ഞ AMC ആണ്. ഇപ്പം മോത്തിലാലിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഷായദ് വാങ്ങി, അല്ലെങ്കിൽ കനാറ റോബേക്കോ, ഇതൊക്കെ ഓരോ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളെ പണി വെച്ചാൽ അത് ക്ലയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദേ പ്രൊഡ്യൂസ് ഇറ്റ്. അവരാണ് അതിൻ്റെ എഞ്ചിനീയേഴ്സ്, നമ്മളെന്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. സോ നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ രണ്ടക്കാർ ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ഒരു സോഷ്യൽ സെക്യൂരിറ്റി മാതിരി എടുത്തിട്ട് എല്ലാവരും കൂടെ മ്യൂച്വൽ ഫണ്ട് ചെയ്യിപ്പിക്കണം. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആരും ലോങ് ടേമിൽ ഇന്ന് വരെ പൈസ പോയ ഒരു ഹിസ്റ്ററി ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ 4 years അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കും നേരെ ഡൈവേഴ്സിഫൈ ചെയ്ത് അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ആർക്കും പൈസ പോയിട്ടില്ല. അപ്പം ആ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ തന്നെ ഒരു നോർമൽ ഒരു NRIൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കി, അല്ലെങ്കിൽ നോർമലായിട്ടൊരു വർക്ക് ചെയ്ത് പോകുന്നത് ഇവിടെയാണ് ഫിനാൻഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത്. ഞാൻ 2022-23 നമ്മളെ ഈസ്റ്റേൺ ഗ്രൂപ്പ് നവാസ് മീരാൻ സാറിനെ, മീരാൻ ഗ്രൂപ്പിൻ്റെ നവാസ് മീരാൻ സാറിന് ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ ഞാൻ കണ്ട് സംസാരിച്ച സമയത്ത് പുള്ളി ഞാൻ ക്ലൈൻ്റ് ആക്കാൻ പോയതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ അറിയാം, പോസ്റ്റ് കോവിഡ് 20,000 കടകൾ, ചെറുകിട കടകളാണ് എന്ത് ചെയ്തത്, പൂട്ടിയത് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ല, നാളെ എന്തെന്നുള്ളത് അവർ നോക്കുന്നില്ല. അപ്പോൾ അത്രയും ഒരു ബാഡ് സിറ്റുവേഷനിൽ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള കേരളത്തിലാണ്. നമ്മൾ NRI മണി വരുന്നതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ലോങ് ടേം വിഷനിൽ നമ്മൾ കാണണം. കാരണം എല്ലാം നമ്മൾ ലോങ് ടേം വിഷനിൽ കാണണം. ഒരു ബേസിക് എക്സാമ്പിൾ വെച്ചോട്ടെ. ഒരു NRI പേഴ്സൺ ഒരു 25 lakhs ഉണ്ട്. ഇയാൾക്ക് IPO എന്താണെന്നറിയില്ല, ലൈക്ക് കമ്പനീസ് എന്താണെന്നറിയില്ല, ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നറിയില്ല, എങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സജഷൻ കൊടുക്കാം? ആദ്യം പുള്ളിയുടെ റിസ്ക് അപ്പറ്റൈറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് പുള്ളി, എത്ര റിസ്ക് പുള്ളിക്ക് എടുക്കാൻ പറ്റും, പുള്ളിന്റെ വിഷൻ മനസ്സിലാക്കണം. ലോങ് ടേം വിഷൻ ആണോ ഷോർട്ട് ടേം വിഷൻ ആണോ? ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പൈസ പോണേൽ ആർക്കും താല്പര്യമില്ല. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റിയവരുണ്ട്. റിസ്ക് ഇൻ ദ സെൻസ് ഇപ്പം ഒരു 20 years ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവന് കുറച്ച് റിസ്ക് എടുക്കാം നമുക്ക്. കാരണം ടൈം കൂടുന്നതോളം റിസ്ക് കുറേ ചെയ്യുന്നത്. റിസ്ക് എടുത്താലും കുഴപ്പമില്ല, ടൈം ഉണ്ട് അവിടെ. അപ്പോൾ 10 years ഒരാളാണ് ഞാൻ. 10 years അല്ലാതെ ഞാൻ പറഞ്ഞത് ഒരു 5 years. 5 years ഞാൻ എപ്പോഴും ഞാൻ പറയാം അവരോട്, നിങ്ങൾ എന്ത് ചെയ്യും, 25 lakhs നിങ്ങളുടെ അടുത്തുണ്ട്, യു പാക്ക് യുവർ 50% ക്യാഷ് ഇൻ ടു മ്യൂച്വൽ ഫണ്ട്. നല്ല മ്യൂച്വൽ ഫണ്ടിലേക്കില്ല, ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് വിച്ച് ഇസ് ഗിവിംഗ് 12 to 13 or 15% CAGR, 15% ആനുവലി. എന്ന് വെച്ചാൽ 5 കൊല്ലം 4.5 കൊല്ലം കൊണ്ട് 4.25 കൊല്ലം കൊണ്ട് നിങ്ങളെ പൈസ എന്താ ഡബിൾ ആവും. 12 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി ഒരു 5 ലക്ഷം രൂപയ്ക്ക് നല്ല നല്ല സ്റ്റോക്സ് വാങ്ങും, നല്ല തെറ്റില്ലാത്ത സ്റ്റോക്സ്. നമ്മൾ അതിനാണല്ലോ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ഇന്ന് ഓട്ടോമേറ്റഡ് പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ഈ ഓട്ടോമേറ്റഡ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യാൻ പണ്ട് 50 lakhs ആയിരുന്നു PMS എന്ന് പറയുന്ന സംഭവത്തിൽ. ഇന്നും PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുക. അത് 50 lakhs ഉണ്ട്. അതൊക്കെ നമ്മൾ സെബിയും ഗവൺമെൻറ്റും മാറ്റി ഇന്നിപ്പം നമ്മളെ സ്മോൾ കേസ്, നമ്മളെ IFL ഉള്ള ഗ്രോ ബോക്സ്, IAP ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ, ഇതൊക്കെ പറഞ്ഞാൽ ഏതൊരു ചെറിയ ഇൻവെസ്റ്ററിനും 1 ലക്ഷം 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് അയാൾക്ക് അയാളെ മെയിലേക്ക് ഒരു സാധനം വരും, ഇത് റീബാലൻസ് ചെയ്തിട്ട് അത് മാത്രം ഓക്കെ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഈ ഫണ്ട് മാനേജർ എന്ത് ചെയ്യുള്ളൂ നോക്കിക്കോളും. ഇതൊന്നും അറിയാത്ത 500 രൂപ മാത്രമുള്ള ഒരാൾക്ക് എന്ത് ചെയ്താൽ മ്യൂച്വൽ ഫണ്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറഞ്ഞാൽ പൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു മണി ഫുൾ പൂൾ ചെയ്തൊരു ബാസ്ക്കറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അത് ആ ഫണ്ട് മാനേജർ തന്നെ എന്ത് ചെയ്യുള്ളൂ, ഇയാളുടെ ബിഹാഫിൽ റീബാലൻസിങ് കാര്യങ്ങളൊക്കെ ഇയാളെ പേരിലേക്ക് ഡിമാറ്റിലായിരിക്കും ഈ യൂണിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് വെക്കാം. അപ്പം ഞാനെപ്പോൾ 25 lakhs ഉള്ള ഒരാളോട് പറയാം, 12.5 lakhs നിങ്ങളല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. 5 lakhs നല്ല സ്റ്റോക്സിൽ നമ്മൾ IAPകളോ ഗ്രോ ബോക്സോ സ്മോൾ കേസോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യൂ ലാർജ് ക്യാപ്പിൽ. കാരണം ഷോർട്ട് ടേം ആയാലും ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്, കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ട്രേഡ് ചെയ്യാൻ മാർക്കറ്റിൽ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻ്റ് ഇസ് ഇനഫ്. അപ്പോൾ ഈ ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലാട്രലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സൊക്കെ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊലാട്രലാക്കി വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യും. ട്രേഡ് ചെയ്തിട്ട് 1% കിട്ടിയാൽ പോലെ മാർക്കറ്റിൽ നമ്പർ 1 ആയിട്ടുള്ള ഈ ഇവിടെയുള്ള ഫോറിൻ മാർക്കറ്റ്സിലൊക്കെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കമ്പനീസൊക്കെ അസറ്റ്സ് വാങ്ങണത്
കൊലാട്രൽ പോലെ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഉണ്ടല്ലോ. ഇപ്പൊ എൻ്റെ ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഐ മീൻ എൻ്റെ ഓഫീസിൽ ഓൾമോസ്റ്റ് ഒരു 80+ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു 75% യങ്സ്റ്റേഴ്സ് ആണ്, കല്യാണം കഴിക്കാത്തവരാണ്. പക്ഷെ ഒരു 4 കൊല്ലമായി മ്യൂച്വൽ ഫണ്ട് ഒക്കെ ചെയ്തു വന്നു. മ്യൂച്വൽ ഫണ്ട് ചെയ്തു വന്ന ഒരു കോർപ്പസ് ആയി, മന്ത്ലി SIP ആയിട്ട്. SIP എന്ന് പറഞ്ഞ സാധനം എല്ലാവരും നിർബന്ധമായിട്ട്, പക്ഷേ അത് ചെയ്യുന്നില്ല. പക്ഷേ അത് ചെയ്യേണ്ട സാധനം. 10,000 rupees വെച്ചൊരു 25 yearsലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 years എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റിട്ടേൺ ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. റിട്ടേൺ അതാണ് ബെസ്റ്റ്, അതിലൊരു ഡൗട്ടും ഇല്ല. റിട്ടേൺ ആയിരിക്കും ബെസ്റ്റ്. പക്ഷെ നിങ്ങളൊരു വേറൊരു ഡൈവേഴ്സിഫൈഡ് സാധനത്തിൽ കാരണം ഞാൻ പറയുന്നത് എന്തായാലും ആരും ട്രേഡിംഗ് ഒരു എലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എലിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ലൈക്ക് ഒരിക്കലും ഒരു എന്റിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഞാൻ എന്റെ കേസ് പറയാം, ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ ഇതിലേക്ക് ട്രേഡിംഗ് ഞാൻ ഒരിക്കലും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യില്ല. ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല നല്ല കമ്പനി ഷെയർസ് ബൈ ചെയ്യണം. ഇതിനൊന്നും സമയമില്ല, മിനിമം ഒരു SIP ചെയ്യണം. ഓട്ടോ ഡെബിറ്റ് ആയിട്ട് മാസം പോയിക്കോളും. അപ്പോൾ ഞാൻ ബാക്ക് ടു നമ്മളെ ഓഫീസിലുള്ള എംപ്ലോയീസിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു 4 കൊല്ലം ചെയ്തൊരു 10 ലക്ഷം രൂപ കോർപ്പസ് ആക്കിയിട്ടുണ്ടാവും. ഇവർ ഈ 10 ലക്ഷം രൂപ പോയിട്ട് നേരെ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് മുതൽ പിന്നെയും ഉണ്ടാക്കി തുടങ്ങണ്ടേ. അതിന് പകരമായിട്ട് ഇന്ന് ജിയോ ഫിനാൻസിലും ICICI ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഫെഡറൽ ബാങ്കിലൊക്കെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. 5 minutes കൊണ്ട് ഞങ്ങളെ പൈസ നിങ്ങളെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ ആവുന്നത്. നിങ്ങളെ പാൻ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് ഒക്കെ ലിസ്റ്റ് ആവും. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഒരു 75 or 80 or 85% വരെ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. 8 to 9% ഇൻട്രസ്റ്റ് റേറ്റ്. 9.9 ഒക്കെ ഉണ്ട്. ഞാൻ ഏറ്റവും വലുത് കണ്ട 9.9 അല്ല. മ്യൂച്വൽ ഫണ്ട് ഇത് കൊളാട്രൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കിട്ടാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ബിസിനസ് ഇവിടെ ഒരു ബിസിനസ് ലോൺ എടുക്കാൻ 10-11% മിനിമം വേണം. 11.5% ഉണ്ട്. നമ്മുടെ കാർ ലോണാണ് കുറഞ്ഞു കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ബിസിനസ് ലോൺ എക്സ്പെൻസീവ്. അപ്പോൾ 8 to 9.9% നിങ്ങൾക്ക് എന്ത് കിട്ടും, മ്യൂച്വൽ ഫണ്ട് ലോൺ കിട്ടും. മ്യൂച്വൽ ഫണ്ട് 5 കൊല്ലം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 12-13% നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടും. അപ്പം ഇത് പൊട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, അതവിടെ വെച്ചിട്ട് അതിൻ്റെ ലോൺ എടുത്തിട്ട് ഈ ലോൺ ക്ലോസ് ചെയ്യാൻ SIP എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടാതെ ലോൺ EMI ആയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ 10 lakh അസെറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ആ അസെറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ ഗ്രോ ചെയ്തോളൂ, കോമ്പൗണ്ട് ചെയ്തോളൂ. എന്നിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മുതൽ തുടങ്ങി പിന്നെ 5 കൊല്ലം കാത്തിക്കണേ 10 ലക്ഷം ഉണ്ടാവണമെങ്കിൽ. ശരിക്കും നിങ്ങൾ തെക്കേപ്പുറം തുടങ്ങിയതിനെ കൊണ്ട് ചോദിക്കുകയാണ്, ഈ ലോൺ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ മാർക്കറ്റിനെ ആൾക്കാർ എങ്ങനെയാണ് കാഴ്ചപ്പാട് കാണുന്നത്? വളരെ പ്രിസൈസ് ആയിട്ട് ചോദിക്കുകയാണ്. കാരണം ഞാൻ തെക്കേപ്പുറം നമ്മൾ രണ്ടാളും കോർ തെക്കേപ്പുറം. സോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലോൺ ഫാക്ടേഴ്സ് കഴിയുന്നതും കുറക്കാനാണ്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. അതേപോലെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ്സ് ബിസിനസ് വേർട്ടിക്കൽസ് നമ്മൾ പോകുന്നുണ്ട്, വേർട്ടിക്കൽസിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഓരോരോ ആംഗിൾ ഓഫ് ബിസിനസ്സാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഈ SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വളരെ ക്ലീൻ ആയിട്ട് പറയാം. അപ്പൊ ആൾക്കാരോട് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാർക്കറ്റ് ആൾക്കാർ? കാരണം നിങ്ങളിപ്പം വെറുതെ ഒരു കടലാവുമ്പം കടലിൽ നല്ലതും ഉണ്ടാവും ചീത്തവും ഉണ്ടാവും. ആ നല്ലത് ഏതാന്നുള്ളത് ചൂസ് ചെയ്യലാണ് നമ്മളെ പണി. ഐ മീൻ ഞാൻ ആൾക്കാരോട് പറയുന്ന ഒരു റിട്ടേൺ ഞങ്ങൾക്ക് റിപ്ലൈ ഞാൻ പറഞ്ഞു തരട്ടോ, ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളത് പറയും. അതെനിക്കും പറയാനുണ്ടാവും. ഞാനത് ആൾക്കാരോട് ഓപ്പണായി പറയില്ല, കാരണം അവിടെ ഈഗോ എന്ത് ചെയ്യും, ഹേർട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. നമ്മള് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ചില ആൾക്കാർ നമ്മളെ നാട്ടിൽ തന്നെ വരില്ല, ബാങ്കിൽ വരെ ഫണ്ട് ഉണ്ടാവും, ATM വരെ ഉപയോഗിക്കണ്ടെന്നുള്ളത്. ലിറ്ററലി നമുക്ക് നീഡ് 1000 രൂപയാണ്, നമുക്ക് എടുത്തുള്ളോണ്ട് ചോദിച്ചാൽ കിട്ടും. 1 ലക്ഷം രൂപയാണ്, നമുക്ക് എന്ത് ചെയ്യും, തൊട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ കിട്ടും. ഓക്കെ, നിങ്ങളെ നീഡ് 1 കോടി രൂപയാണ്, നിങ്ങളെ ഫ്രണ്ടിനോടെയോ അല്ലെങ്കിൽ വാപ്പനോടെയോ അല്ലെങ്കിൽ തൊട്ട കാക്കനോടെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോടെയോ ചോദിച്ചാൽ കിട്ടും. നിങ്ങളത് 10 കോടിയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നാട്ടിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളോടെയോ അല്ലെങ്കിൽ വേറെ ഒരാളോടെയോ പോയാൽ കിട്ടും. നിങ്ങളുടെ റിക്വയർമെന്റ് 150 കോടിയാണ്, നിങ്ങൾ എന്ത് ചെയ്യും, റിക്വയർമെന്റ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്തായാലും ബാങ്കായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും ഈ പോണ പാത്വേയില്. സോ ബാങ്കായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പാർട്ടായിട്ട്. പക്ഷെ പലരും പല എത്തിക്സ് ആയിട്ട് പോകുന്നവരുണ്ട്, ഒരു ബാങ്കും കണക്ട് ചെയ്യാതെ പോകുന്നവരുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈയിങ് ഷെയർസ് ആൻഡ് സെല്ലിങ് ഷെയർസ് എവിടെയാണ് ഇത് ഹലാലല്ലാതാവുന്നത്? അതിന് അണ്ടർലൈങ് അസറ്റ് ഹലാലാണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. ശരിയ കംപ്ലയൻസ് ആൻഡ് ശരിയ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് തന്നെ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് മാത്രമുള്ള മ്യൂച്വൽ ഫണ്ട് കേസിൽ അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്. പിന്നെ ഇതിലപ്പുറം ഉണ്ടെങ്കിൽ ഞാൻ ആൾക്കാരോട് ആൻസർ ചെയ്യില്ല, ഐ എം നോട്ട് എ സ്കോളർ. അപ്പോൾ നിങ്ങൾ സ്കോളറിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ശരി എന്നുള്ളത് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. നമ്മൾ എപ്പോഴും പറയും, നമ്മളൊരു കൈ ഒരു വിരലൊരാൾക്ക് ചൂണ്ടുമ്പം ബാക്കിയുള്ള വിരലൊക്കെ ആരത്തേക്കാ വരുന്നത്. അപ്പൊ നമ്മളെ മനസ്സാക്ഷിനോട് നമ്മൾ ചോദിക്കുക,
സി ഒരു ഷെയർ ഇപ്പം എക്സാമ്പിൾ പറയാണ്, ഒരു FMCG കമ്പനിയുടെ ഷെയർ ഞാൻ വാങ്ങുന്നു, ഞാൻ വിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനത് വാങ്ങി വെക്കുന്നു, അതിൻ്റെ ലാഭം അത് FMCG സാധനങ്ങൾ ഇവിടെ എത്ര ആൾക്കാർ വെല്ലിങ്ങാടിയിൽ FMCG കച്ചവടം ചെയ്യുന്നുണ്ട്. അതെ, അപ്പം പോലെ ചെയ്യുന്നുണ്ട്. പണ്ട് തരുന്ന ഇവിടെ നാട്ടിലുള്ള മൊത്തം ബിസിനസ് കമ്മീഷൻ ഏജന്റ്, തെക്കേപ്പുറം മൊത്തം അതാണ്. കമ്മീഷൻ ഏജന്റ് നമ്മളെല്ലാ ആൻസിസ്റ്റേഴ്സും ചെയ്തതാണ്. കാരണം നിലമ്പൂരിൽ ചിലപ്പോ തേക്ക് ഉണ്ടാവും, ആ തേക്ക് കണ്ടിട്ടായിരിക്കും ഇവിടെ വിലാക്കുന്നത്. ഇവിടെ വന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കും. കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതില്ലാതെ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണാത്ത സാധനം വരെ നമ്മൾ സെൽ ചെയ്തിട്ടുണ്ടാവും. മേ ബി പോകുന്നത് അത് ഗുജറാത്തിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് ആയിരിക്കും. മേ ബി ബിൽ ത്രൂ അസ് എന്നുള്ള മാത്രമേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുക, നമ്മളെ മനസാക്ഷിയോട് ചോദിക്കുക, ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? പിന്നെ നിങ്ങൾ ആൽക്കഹോൾ, ഐ മീൻ ബിവറേജസിന്റെ സ്റ്റോക്സ് നിങ്ങൾ വാങ്ങണ്ട. ഇപ്പം മീഡിയ ചിലവർക്ക് താല്പര്യമല്ല വാങ്ങണ്ട, ബാങ്കിങ് വാങ്ങണ്ട. പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ ഇനി രണ്ടാമത്തെ ലോണ്ട് ഈ കേസിൽ ഇപ്പോൾ ആൾക്കാർ കുറേ അവെയറായി വന്നിട്ട് നമ്മളെ മാർക്കറ്റിലാണെങ്കിൽ കൂടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും വാട്ട് വി നീഡ് എന്നുള്ളത്. ഒരു ബുഫേ ആണ്, ആ ബുഫേയിൽ എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാമല്ലോ. നമുക്ക് നമ്മളെ മനസാക്ഷി ഓക്കെ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. രണ്ടാമത്തെ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ലോണിൻ്റെ കാര്യം, ഞാൻ പേഴ്സണലി ഇപ്പം പലരും നമ്മളെ തെക്കേപ്പുറം ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുന്ന നല്ല രീതിയിൽ പോകുന്ന നല്ല എന്താ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് പറയും. കാരണം അതിൻ്റെ ഒരു വലിയ ബ്യൂട്ടി പറയാം, നമ്മൾ വേറെ ഏത് സ്ഥലത്ത് പോയാലും തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, പലരുടെ പേര് ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ പറയുന്നില്ല, ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആർക്കാണുള്ളത് അവരത് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ആക്കി കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോണിൻ്റെ കേസ് വന്നാൽ പലരും നിർബന്ധിതരായി പോയാൽ ലോൺ എടുക്കാൻ. കാരണം ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ പല ടാക്സ് പ്ലാനിങ്ങിൻ്റെ കേസിൽ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് കളയേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസിൽ എടുക്കുന്നവരുണ്ടാവും. പിന്നെ എല്ലാം സ്വന്തം, ഇറ്റ്സ് അപ് ടു യു എന്താണെന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് എസ്പെഷ്യലി നമ്മൾ തെക്കേപ്പുറം പോലത്തെ ആൾക്കാർക്ക് പോകുമ്പോൾ വാട്ട് റെസ്പോൺസ് യു ഗെറ്റ് എന്നാണ് ചോദിക്കുന്നത്. റെസ്പോൺസ് ഇൻ ദ സെൻസ് കുറേ ആൾക്കാർക്ക് അവയർനെസ് ഇല്ല. പക്ഷേ തെക്കേപ്പുറം ഇപ്പോൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. തെക്കേപ്പുറത്ത് പലരും SIP ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ സ്കൈലൈൻ അസീസ് ബാവക്കനെ ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു. ഞാനുണ്ടായിരുന്നു, ഫാദർ ഉണ്ടായിരുന്നു, നമ്മൾ നമ്മളെ പാർട്ണർ റിയാസ്ക ഉണ്ടായിരുന്നു. അസീസ്ക പറഞ്ഞൊരു കേസ് നമ്മൾ തെക്കേപ്പുറത്ത് എല്ലാവരെ കൊണ്ട് നമ്മൾ SIP ചെയ്യിപ്പിക്കണം നിർബന്ധമായിട്ട്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അടിമാലിയിലാണ് ആ പ്രൊജക്റ്റ് വരുന്നത്. പ്രൊജക്റ്റ് ഇൻ ദ സെൻസ് അവയർനെസ്. അത് നവാസ് മീരാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നവാസ് മീരാൻ സാറ് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ, അവിടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇസ്ലാം കമ്മ്യൂണിറ്റി, ആ ഇസ്ലാം കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. ഐ മീൻ ഇതെന്താണെന്നുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റിൽ 3 മ്യൂച്വൽ ഫണ്ട് AMCകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശരിയാ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക, ഇതെന്താണ് അവയർനെസ് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടിൽ ട്രേഡിംഗ് ഒക്കെ ഇറ്റ്സ് അപ് ടു ദം. കാരണം അത് നമുക്ക് അറിയില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ട്രേഡിങ്, ഇപ്പോൾ ഡെറിവേറ്റീവ് ട്രേഡിങ് ഇതേമാതിരി ഹലാലല്ല പറയുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങളെ കാരണം ഗുജറാത്തിൽ നിന്നും അങ്ങോട്ട് പോകുക, നിങ്ങൾ ബില്ലിങ്ങിൻ്റെ അതെന്നാണ് ഈ ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങും. അങ്ങനെ ഇത് ഹലാലല്ലല്ലോ, പിന്നെ ലിവറേജ് ട്രേഡിങ് ഹലാലല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എല്ലാവർക്കും ഇന്ന് മാർക്കറ്റിൽ ലിവറേജ് ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് ലിവറേജ് ഇല്ല. ലിവറേജ് കൊടുക്കുന്ന ഓരോ ബ്രോക്കേഴ്സ് നമ്മളെ മാർക്കറ്റ്, നമ്മളെ ക്യാപിറ്റൽ അല്ലെങ്കിൽ IIFL സെക്യൂരിറ്റീസ് അവിടെ മൂത്തിലവിടെ 0 ലിവറേജാണ്. ബാങ്ക് ഫണ്ടിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഇറ്റ്സ് അപ് ടു യു എന്താണെന്ന്. ശരിക്കും റെസ്പോൺസ് ആദ്യം നിങ്ങൾ ചോദിച്ചവർ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ നന്നായി മാറി. എസ്പെഷ്യലി നിങ്ങൾ ഈ 23 ഇയേഴ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, 1990 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ മാർക്കറ്റ് എങ്ങനെയാണ്, ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ ബിഹേവ് ചെയ്യുക. സോ അതിന്ന് ഗ്രോ ചെയ്യണം നമ്മൾ. തെക്കേപ്പുറം പെൻട്രേഷൻ നല്ല ഹൈ ആയിട്ടുണ്ട്. SIP മ്യൂച്വൽ ഫണ്ട്സ് എല്ലാവരും ചെയ്യണം എന്നുള്ള മൂഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ തെക്കേപ്പുറംകാരെ മീൻ അതിൻ്റെ ഉള്ളിൽ അവെയറായ ആൾക്കാരെ റോള് ഭയങ്കര ഹൈയാണ്. കാരണം അവെയറായ ആൾക്കാർ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഇൻസ്പയർഡ് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പലരുണ്ട് തെക്കേപ്പുറത്ത്, ഞാനിപ്പം പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പലരും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കിയവരുണ്ട്. ഞാൻ പറഞ്ഞു അവർ ഓപ്പണപ്പ് ആവണം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയവർ ഓപ്പണപ്പ് ആവണം. ഓപ്പണപ്പ് ആയാലേ നമ്മളെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് വരുള്ളൂ, ആൾക്കാർ ഇത് ചെയ്യുള്ളൂ, അവർ വെൽത്ത് ഉണ്ടാക്കുള്ളൂ. പലരുണ്ട്. അപ്പം അങ്ങനെ ഓപ്പൺ ആയാലും നമ്മളിവിടെ പോഡ്കാസ്റ്റിന് വരാൻ സംസാരിക്കുക, എന്നാലേ ആൾക്കാർക്ക് എന്താവുള്ളൂ, അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാൻ ഇക്വിറ്റി മാർക്കറ്റ്സിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഈ ക്യാപിൻഡെക്സ് എന്ന കമ്പനി നിങ്ങൾ 19 ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് നിങ്ങളൊന്ന് ബാൻഡ് വിഡ്ത്ത് കൂട്ടുന്നത്? ഇത് ഏത് ടൈമിലാണ് ബാൻഡ് വിഡ്ത്ത് കൂട്ടുന്നത് വെച്ചാൽ പക്ക ഓർഗാനിക് ആയിരുന്നു. നമ്മളൊരു
അഡ്വർടൈസ്മെന്റ് 19 മുതൽ 24 വരെ നിങ്ങൾക്ക് ഒറ്റ അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റില്ല. ഇന്ന് ക്യാപ്പിൻഡെക്സ് 1800 ക്ലയൻസ് ഉണ്ട്, 1800 ക്ലയന്റ് ബേസ് ഉണ്ട് ക്യാപ്പിൻഡെക്സിന്. ഏത് ടൈമിലാണ് അതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്? എനിക്കൊക്കെ എൻ്റെ ഒക്കെ റൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോകുന്ന യാത്രയിൽ ഇങ്ങനെ ഓരോരോ ടൈം സ്പാനിലാണ് നമ്മളിങ്ങനെ ബാൻഡ് എടുത്ത് കൂട്ടി ഇങ്ങനെ പറയാൻ 21 നമുക്ക് നല്ലൊരു ഫേസ് മാറി വന്നിരുന്നു 2021. അത് കഴിഞ്ഞിട്ട് 21-22 കയറിയപ്പം ഭയങ്കരമായി. കാരണം ഒരു 50 ക്ലയൻസ് വെച്ച് നമ്മൾ തുടങ്ങി. 50 ക്ലയൻസ് 2 ലൈൻ റെഫർ ചെയ്താൽ 100 ലൈൻസ് എക്സ്ട്രാ വന്ന്. പിന്നുള്ള 100 ലൈൻസ് എല്ലാവരും 200 ലൈൻസായി. 200 ലൈൻസ് 2 വെച്ചാൽ 400 ലൈൻസാണ്. 400 ക്ലയൻസ് 2 വെച്ച് റെഫർ ചെയ്താൽ 800ആയി. പക്ഷെ ഇപ്പം നമ്മൾ എന്തുകൊണ്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങണം? അന്ന് നമ്മൾ ഇറങ്ങാത്തതിൻ്റെ സങ്കടം ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഡിജിറ്റൽ സ്പേസിൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാപ്പിൻഡെക്സിനെ കാണാൻ പറ്റൂല. സങ്കടം ശരിക്കും നമുക്ക് ഇപ്പം ഉണ്ട്. കാരണം നമുക്ക് അൺനോൺ കസ്റ്റമേഴ്സിലേക്ക് എത്തണമെങ്കിൽ അൺടാപ്പ് ചെയ്ത മാർക്കറ്റിലേക്ക് നമുക്ക് പോകണം. ഏത് മൂവ്മെന്റിലായിരുന്നു അതൊരു ഓക്കെ ദിസ് ഇസ് മൈ ലൈഫ് എന്ന് നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണത്? പ്രിപ്പയർഡ് ആണ്. കാരണം ഇത് തുടങ്ങി കഴിഞ്ഞ ഉടനെ ഐ കെയിം ടു നോ ദ ടേസ്റ്റ്. ഇപ്പൊ എനിക്കൊക്കെ കോളേജ് പഠിക്കുമ്പോൾ അറിയായിരുന്നു ഞാൻ എന്തായാലും ബിസിനസ് ചെയ്യാൻ പോകണം. അതാണ് അന്ന് ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. എവിടെ പഠിച്ചേ? ഞാൻ +1 +2 സയൻസ് എടുത്തു. വീട്ടുകാരെ ഭയങ്കരമായ നിർബന്ധത്തോടു കൂടി ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. അവിടെ നിന്നും 1 മാസം ലോങ് ലീവ് എടുത്ത് വന്നു. പിന്നെയും പോയി. പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്നു. 3ാമത് പിന്നെയും പോയിട്ട് ഞാൻ അവിടുന്ന് ചാടി വന്നതാ. എന്നിട്ട് പോയില്ല? ഞാൻ പോയില്ല. ഞാൻ ആദ്യം തീരുമാനിച്ചു ഞാൻ ബിസിനസ് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്. ശരി. അതാ ഞാൻ എന്നോ എന്റെ കൺസെപ്റ്റ് ആരാ തിരിച്ചായിരുന്നു നമ്മളെ കംപ്ലീഷൻ ഓഫ് സ്റ്റഡി ഈസ് മോർ ഇമ്പോർട്ടന്റ്. അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബികോമിന് ജോയിൻ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഫറൂഖ് കോളേജിലാണ് ജോയിൻ ചെയ്തത്. എഞ്ചിനീയറിംഗ് മാറിയിട്ട് ഡൊമൈൻ എടുത്ത് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഞാൻ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ കാണണ്ടായിരുന്നു ഇവിടെ. ക്യാപ്പിൻഡെക്സ് ബിൽഡേഴ്സ് ഞാൻ ഫസ്റ്റ് ഫറൂഖ് കോളേജിലാണ് ജോയിൻ ചെയ്തത്. എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തതിന് ഫറൂഖ് കോളേജിൽ ബികോം ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രഷർ എക്സ്ട്രീം ഹൈ ആയിട്ട് അവിടുന്ന് ഇറങ്ങി ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിന് ഞാൻ പോയി. അവിടുന്ന് പിന്നെ ഇറങ്ങി വന്നിട്ട് ഫറൂഖ് കോളേജിൽ ഓട്ടോണോമസ് ആണ്, അവിടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് പോയി. അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുന്ന കണ്ട് നാട്ടുകാരിങ്ങനെ എല്ലാ +2 തോറ്റതാണോ, നല്ല മാർക്കോട് ഞാൻ പാസ്സായത്. ഹിമായത്തിൽ പഠിച്ച് ഓൾമോസ്റ്റ് 89% മാർക്കോട് കൂടി പാസ്സായ ആളാണ് ഞാൻ. എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഞാൻ ബാഡായിട്ടാണ് ഞാൻ പോയിട്ട് സാഫി കോളേജിൽ പോയി ജോയിൻ ചെയ്ത്. അങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ CFA ലെവൽ 1 അപ്പിയർ ചെയ്തു. അത് ഇതിൻ്റെ സൈഡിൽ തന്നെ. കാരണം എൻ്റെ അന്ന് ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ട്യൂഷൻ സെൻ്റർ വാസ് ഡൂയിങ് വെൽ, നല്ല ഉഷാറായി ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ ബിസിനസ്. ഒരു ക്രാഷ് കോഴ്സ് 3 ദിവസത്തേക്ക് വരും. 1500-2000 രൂപ ഒരു പേപ്പറിന് വാങ്ങും. 100 കുട്ടികളൊക്കെ ഉണ്ടാവും. 2 ലക്ഷം രൂപ ഒറ്റയടിക്ക് വന്ന്. പക്ഷേ ഒരൊറ്റ എക്സാം വരുമ്പോൾ ഒരു പേപ്പറിനും 4-5 സബ്ജക്റ്റ് 10 ലക്ഷം 12 ലക്ഷം രൂപ വരുന്നത്. അപ്പോൾ അതും നോക്കാം. അതിനോട് ഞാൻ സ്മോൾ സ്കെയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ എന്ത് ചെയ്ത് CFA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫിനാൻസ് ട്യൂഷൻ സെന്റർ എന്തോടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ അതിനെക്കാട്ടും വലിയൊരു സാധനമാണ് ബാക്കിലുള്ളത് മനസ്സിലായി. കാരണം എൻ്റെ ഫസ്റ്റ് മന്ത് ബ്രോക്കറേജ് കിട്ടിയത് 14,000 റുപ്പീസ് മാത്രമാണ്. ഞാൻ തുടങ്ങിയ 2019 എൻഡ് ആകുമ്പോഴാണ് ഒരു 12 ഡേയ്സ് ആ 12 ഡേയ്സ് ട്രേഡിംഗ് പീരീഡിൽ കിട്ടിയ 14,000 രൂപ. പിറ്റത്തെ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 8-9 ടൈംസ് ആയി ഒരു മാസത്തെ ബ്രോക്കറേജ്. അതങ്ങനെ കൂടി വന്നപ്പം നമുക്ക് ക്ലൈൻറ്റ് ബേസും കൂടുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് മൈ ഏരിയ. 2021 എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ട്യൂഷൻ സെൻറ്റർ ഫുൾ ക്ലോസ് ചെയ്തു. 2021 മുതൽ ഞാനത് നോക്കാതായിരുന്നു. 21 എൻ്റെ കൂടെ ട്യൂഷൻ ഫാമിലി ആണല്ലോ എൻ്റെ ഫസ്റ്റ് ബേസ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് മൈ ഫാമിലി. ഫാമിലി ഒരു വിഷൻ ഉണ്ട് എഞ്ചിനീയറിംഗ് പോകണം. അല്ല ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇസ് വെരി സപ്പോർട്ടീവ്. ഫാദർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീ ചെയ്താൽ മതി എന്നുള്ള ഇതിലാണ് ഉണ്ടായിരുന്നത്. ബിസിനസ് ചെയ്തോ. അതിന്റെ ഫസ്റ്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഫ്രാഞ്ചൈസി ഡെപ്പോസിറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, ക്ലയന്റ് അക്വിസിഷൻ, എവരിതിങ്. അവര് ഇനീഷ്യൽ ഇതൊരു ഫണ്ട് വെച്ചിട്ടാണത് പോകുന്നത്. നിങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് മണി. യെസ്, ഫാദർ ഇസ് ദ ചെയർമാൻ. കമ്പനിയുടെ ചെയർമാൻ ഫാദർ ആണ്. ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫുൾ ഉണ്ടായത്. ഐ എം റണ്ണിങ് ദ ഷോ. ഫാമിലി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉണ്ടായത്. അതാണ് സ്ക്രാച്ച് ഫ്രം സീറോ ആണ് ഉണ്ടായിരുന്നു. ബട്ട് ഫാദറിന് ബിസിനസ് ഉണ്ടായിരുന്നു. ഫാദറിന് മലബാർ ക്യാപ്സ് ആൻഡ് ക്ലോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൽ ക്യാപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അലുമിനിയം ബോട്ടിൽ മാനുഫാക്ചറിങ് ആയിരുന്നു. ഇപ്പം പിന്നത് പ്ലാസ്റ്റിക്കിലേക്ക് മാറിയപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. സോ ഗ്രാജുവലി കം ടു ക്ലോസ്. സോ പിന്നെ നമ്മളെല്ലാവരും ബിടെക് പഠിക്കുന്ന സമയം. സോ പഠിക്കുമ്പോഴേ നമുക്ക് സംതിങ് വി നീഡ് ടു ഡു ദ ബിസിനസ് എന്നാണ് എൻ്റെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും വേഴ്സറ്റൈൽ ഡൊമൈൻസിലേക്കൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് ആ ഇനീഷ്യൽ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ്മെന്റ് അതുകൂടാതെ ക്ലൈന്റ് ഒക്കെ, കാരണം ഞാനന്ന് 19 വയസ്സാകുമ്പോൾ ഞാൻ പോയി പറഞ്ഞ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം 21 വയസ്സിൽ ഞാൻ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട് എന്താ നടക്കുന്നത്. അന്ന് ഞാൻ പോയിട്ട് സംസാരിച്ച ആൾക്കാരൊക്കെ ഞാൻ എന്നും
അഡ്മയർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ആ ക്ലയൻസ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി. ഓരെന്നെ എന്ത് വിളിച്ച് പറയാതെ ഞാൻ ഓക്കെ എന്ന് പറയുള്ളൂ. റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോഴും ആ ക്ലയൻസ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് കണക്ട് ചെയ്ത ഫാദർ അവരെ പോയി കണ്ടോ, ഞാൻ വിളിച്ച് പറയാം, ഈ പോയി കാണും, മറ്റൊരു പോയി കണ്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ സ്വന്തം മണി ഒരു 19 വയസ്സുള്ള ഒരാളടുത്ത് ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡാണ് ചോദിച്ചത്. ട്രസ്റ്റ് ചെയ്യണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് 10-12 അക്കൗണ്ട് ഉണ്ടായിരുന്നു ഓൾറെഡി. ഐ മീൻ ഗ്രോത്ത് കാണിക്കാണ്ട് എന്നല്ല, ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഒരു ഇൻകം വേണം. ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ, തെക്കേപ്പുറത്ത് ഒരു ടൈം സ്പാനിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ. ഒന്നെങ്കിൽ അരി കച്ചവടമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പാണ്ഡ്യയില് കൊപ്പര ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സാധാ പെയിന്റ് മുതൽ എല്ലാ ട്രേഡിങ് ഹാർഡ്വെയർസ് വിൽക്കുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ പുകയില അല്ലെങ്കിൽ സിഗരറ്റ്സിൻ്റെ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1 month മുമ്പ് ഞാൻ ചൈനയിലായിരുന്നു. ചൈനയിൽ ഞാൻ ഷാങ്കായിലൊരു മ്യൂസിയത്തിൽ, ചൈനീസ് മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ ആകെ 6 കൺട്രീൻ്റെ പേരേ ഉള്ളൂ. അതിനകത്ത് ഇന്ത്യൻ്റെ പേരിനെക്കാട്ടിയും കൂടുതലുള്ള കാലിക്കൂത്ത് എന്നാണ്. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കാലിക്കറ്റ് അവരെ ട്രേഡിലെ മാർക്കിംഗ് ഏരിയ ആണ് കാലിക്കറ്റ്. അപ്പം അത്രയും നമ്മൾ ആൾക്കാർ ട്രേഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിരുന്നു. പക്ഷെ ഒരു ടൈം സ്പാൻ കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും വേറെ എവിടെയെങ്കിലും വർക്കിന് പോവാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിൽ മോർ ഫോക്കസ് ആയി. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതല്ലേ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം. ആരും ബിസിനസ് ചെയ്യാൻ ആ ഒരു ധൈര്യം നമ്മളെ ഫാമിലിയിൽ നിന്ന് ആരും കൊടുക്കുന്നില്ല. ചോദിക്കാണ്ടായ കാരണം 19 വയസ്സിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മളതിനെ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ആൾക്കാർക്ക് നിന്നുണ്ടായ ഫീൽ? റിജക്ഷൻസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി റിജക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെ ഹോൾഡ് ഉണ്ടെങ്കിൽ മാത്രം? എന്റെ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ എന്റെ മദർ അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഫാദർ മദർ വെച്ചാൽ ഫാദറിന്റെ പേരുള്ള ഫണ്ട് തന്നെ ഫാദർ മദറിന്റെ അക്കൗണ്ടിൽ ടാക്സ് ബെനിഫിറ്റ്സ് വേണ്ടിയിട്ട് എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അക്കൗണ്ട്, എന്റെ ഫാദറിന്റെ ബ്രദറിന്റെ വൈഫിന്റെ നമ്മൾ ഫാമിലി അക്കൗണ്ട്സ് ഒരു 12 അക്കൗണ്ട് ഉണ്ട്. അവർ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറേജ് ആയിരുന്നു. ബ്രോക്കറേജ് നിങ്ങൾ പറഞ്ഞാൽ തെക്കേപ്പുറത്തു നിന്നുള്ള ഒരു 4-5 നല്ല ആൾക്കാരുണ്ട് ആദ്യം ചെയ്യുന്നത്. ദേ ബിലീവ്ഡ് ഇൻ മീ. പിന്നെ റിസൾട്ടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ സർവീസ് തരാം, നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ ബാക്കിയുള്ളടത്ത് കൊടുത്തതിനെക്കാട്ടി. എനിക്ക് ഫണ്ട് തരല്ല, എനിക്ക് കിട്ടിയ ക്ലയൻസ് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അന്ന് TTL എന്ന് പറഞ്ഞ ഡീൽ ചെയ്തേല് ലൈക്ക് എനിക്ക് എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ അക്കൗണ്ടൊക്കെ മാറ്റി നിർത്തിയാൽ എനിക്ക് ഫസ്റ്റ് വന്ന ബിസിനസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബിസിനസ്. എൻ്റെ GM ഉമ്മർ അന്നൊരു 5 lakhs 4 lakhs സെറ്റും ഇട്ടിരുന്നു. പക്ഷെ ഉമ്മറൊന്നും അറിയില്ലായിരുന്നു. ഉമ്മറൊന്നും അറിയില്ല. ഉമ്മറുടെ ഫാദറൊക്കെ അത് ചെയ്യുന്നുണ്ട്, റസാക്ക് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉമ്മറ ഷെയർ വാങ്ങുന്നത് ഉമ്മർ TTL 003 ക്ലയൻറ്റ് കോഡ് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാജി CK മുപ്പര് വലിയ പൈസ ഒന്നും ഇട്ടില്ല, 50,000 rupees ഇട്ട് മുപ്പര് ട്രേഡ് ചെയ്ത് ആ പൈസ മുപ്പര് പിന്നെ പോയി. പിന്നെ സാബിർ നമ്മളെ CEO സാബിർക്ക മുപ്പര് അക്കൗണ്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് തെക്കേപ്പുറത്ത് എനിക്ക് വലിയ ബിസിനസ് ഒന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത്. പിന്നെ പുറത്തുനിന്ന് വന്ന ബിസിനസ് ആ റിസൾട്ട് സംസാരിച്ച് അവർ പിന്നെ റിഫറൽ തന്ന് ആ റിസൾട്ടിന്റെ മുകളിലാണ് പിന്നെ എന്ത് ചെയ്തത്. കാരണം ഞാൻ ആൾക്കാരോട് പോയി പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി നോക്കൂ, ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഏതെങ്കിലും മണി ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഏറ്റവും വലുത് എനിക്കുണ്ട് ഇപ്പോഴും. വി ഹാവ് 50 CR മുകളിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. അതിപ്പം 2023-24 കിട്ടിയതാണ്. ഐ മീൻ ആൾക്കാരെ പേര് റിവീൽ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പിന്നെ 20 ഒക്കെ ആകുമ്പോഴത്തേക്കും 1 CR മുകളിൽ അക്കൗണ്ട് ഇഷ്ടം പോലെ വന്നുപോയി. ഒരു നാദക് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ അവിടുത്തെ ഒരു മെയിൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഓൺബോർഡ് ചെയ്തതിനു ശേഷം ആ കമ്പനിയിലുള്ള മൊത്തം നാദക് എന്ന് പറഞ്ഞാൽ അൽമറായുമായുള്ള കമ്പനി, സൗദി റീജിയനിലുള്ള എല്ലാ ഡയറി കമ്പനീസിൻ്റെ മലയാളി എംപ്ലോയീസും എൻ്റെ ക്ലയൻസാണ്. കാരണം ഒരാളായിരുന്നു കയറി 2019 ടൈമിൽ പുള്ളിക്ക് അത് ഫീൽ ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പം പിന്നെ പുള്ളീൻ്റെ ഫ്രണ്ട്സും എല്ലാവരും. അപ്പം അങ്ങനെ എനിക്ക് നോൺ തെക്കേപ്പുറം ക്ലയൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. തെക്കേപ്പുറം ക്ലയൻസ് ഒരു 1.5 കൊല്ലമാണല്ലോ. കാരണം പിന്നെ നമ്മളെ മെയിൻ ഒരു ഫേസ് ആയത് 2023 ആസ്റ്റൽ ഗ്രൂപ്പ് നമ്മൾ അക്വയർ ചെയ്തു. നമ്മളെ തെക്കേപ്പുറത്ത് തന്നെയുള്ള റിയാസ് ക്കും പരിചയം ഉണ്ടാവും. പുള്ളി 23 കാപ്പിൻഡെക്സിനെ അക്വയർ ചെയ്തു വെച്ചാൽ പുള്ളി പാർട്ട്ണറായി ഒരു സർട്ടൻ % ഓഫ് ഷെയർ പുള്ളി വാങ്ങി. റിയാലിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ വെഞ്ചേഴ്സ് ഉണ്ട്, എന്റർപ്രൈസസ് ഉണ്ട്. റിയാലിറ്റി ഇറ്റ്സ് മൈ ഫാമിലി. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്. നമ്മളെ റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഹോൾഡിംഗ് ആണ്. സോബ കോപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ട്. അതങ്ങനെ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയാണ്. LLP എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രോക്കിങ്ങിന്റെ സാധനമാണ്. അങ്ങനെ 3 സാധനങ്ങളാണ്. കാപ്പിൻഡെക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡൊമൈൻ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷൻ നിങ്ങൾ വേറെ എക്സ്പാൻഷൻസ് ഉണ്ട്? ഡൊമൈനിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ടോ? ഡൊമൈനിലേക്ക് മാറാന്നുള്ളതല്ല, ഈ ഒരു സംഭവം കേരളയിൽ അൺടാപ്ഡ് ആണ്. ഈ ഇൻഡസ്ട്രി അൺടാപ്ഡ് ആണ്. അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, നല്ല ഹൈ
എൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നല്ലൊരു സൈസ് SIP ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തേനെക്കാട്ടി ഒരു 10x സൈസിലേക്ക് ശരിക്കും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പനിയൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ഇന്ന എപ്പോൾ കമ്പനി ഇൻസ്പയർ ആവുന്ന മലബാർ അഹമ്മദ് ഖാൻ 100% നമ്മളെ നാട്ടിൽ നിന്നും വന്നിട്ട് ഇതേ സെയിം ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഇതേ സെയിം ഡൊമൈനിൽ നമ്മളെ നാട്ടിൽ ഇല്ല അങ്ങനെ ആൾക്കാർ ഇല്ല. ഇൻസ്പയർ ആവില്ല. പക്ഷേ ഈ ഒരു നമ്മളെ മെത്തേഡിന്റെ പ്രശ്നം കേട്ടോ. നമ്മള് ഇപ്പൊ എലിസ്റ്റോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇത്രയും ഡൊമൈൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നോട് സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാരെ ചോദിച്ച ചോദ്യം അതാണ്, ഒന്നില് നമുക്ക് ഇരുന്നിട്ട് അവിടെ അടിപൊളിയായിട്ടൊരു ബിൽഡർ ആവോ, അല്ലെങ്കിൽ ഒരു എനർജിയിൽ മാത്രം നിന്നിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രം ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊരു US പോലത്തെ ഒരു സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സീമെൻസ് പോലത്തെ ഒരു കമ്പനി കാണാം. ഈ സീമെൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സാംസങ് കൊറിയയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മുതൽ മൊബൈൽ ഫോൺ വരെ ഉണ്ട്, എല്ലാം യൂണിറ്റ്സ് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേഴ്സറ്റൈൽ ആയാൽ മാത്രമേ, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ പോലെ തന്നെ വേഴ്സറ്റൈൽ ആയാൽ മാത്രമേ ഇനി സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു ഡൊമൈനിൽ പലതും സംഭവിക്കാം. ഇപ്പൊ എനർജി സെക്ടർ നിങ്ങൾ കുറച്ച് മുന്നേ വെച്ചില്ലേ, സോളാർ. നമുക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻസ്പയർഡ് ആവണമെന്നില്ല. കാരണം പല മോഡൽസും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. മലബാർ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ അത്ര ഇൻസ്പയറിങ് ഒരാളാണ്. കാരണം നിങ്ങൾ നോക്ക്, ഒരു നാട്ടും പുറത്തുനിന്ന് ഒരാൾ ഇന്നിപ്പം അവർ ഞാൻ IPO ചെയ്യാൻ പോവാ. നമ്മളൊക്കെ ഭയങ്കര പ്രൗഡ് ട്രേഡ് ചെയ്യണ്ടോ? മൂപ്പര് ഭയങ്കര നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് മൂപ്പര്. അവർക്ക് പിന്നെ ഗോൾഡൊക്കെ ഈ ഇക്വിറ്റി എക്സ്ചേഞ്ചിൽ MCX എക്സ്ചേഞ്ചിൽ വന്നിട്ട് ഹെഡ്ജ് ചെയ്യേണ്ടൊക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ പുള്ളി ഉണ്ടാക്കി വെച്ചൊരു മോഡൽ നിങ്ങൾ നോക്കി, നമ്മളൊക്കെ പ്രൗഡാണ്, മലയാളീസ് പ്രൗഡ് ആവേണ്ട ഒരു സാധനമാണ്. കാരണം ഇത്രയും വലിയൊരു ചെയിന് 4,000 CR ഒന്നല്ല, 400 more than 350 ഷോറൂംസ്. വാല്യൂഷൻ മിനിമം ഇനി IPO ചെയ്താൽ I am expecting is like more than 70,000 crores. കാരണം കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ 1/3. ബട്ട് നോർത്തിൽ കമ്പാരിറ്റീവ്ലി മലബാർ, ഞാൻ ഒരു എക്സാമ്പിൾ അറിയാം. നമ്മൾ ധർമ്മപുരി ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ധർമ്മപുരിയിൽ മലബാർ ഗോൾഡ് ഉണ്ട്. മലബാർ ഗോൾഡ് ഇല്ലാത്ത എവിടെ ഉള്ളത്? മലബാർ ഗോൾഡ് ചോദിച്ചു, ഇത് കേരള കമ്പനി താ உங்களுக்கு தெரியுമോ? അപ്പൊ സാർ നമ്മളിവിടെ എല്ലാരും വാങ്ങും. ഇവിടെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഇന്നത്തെ ഇപ്പം ബുക്ക് വാല്യൂഷൻ IPO ചെയ്യാത്തതുകൊണ്ടാണ് മലബാറിന്റെ കുറവുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സ് ചെയ്യണതിനെ കാട്ടി ഇരട്ടിയോ മൂന്നിരട്ടി 50,000 ക്രോസിന്റെ മുകളിൽ അവരെ ടേൺ ഓവർ ഉള്ളത്. കല്യാൺ എന്നിപ്പുണ്ട് ഇത്ര 40,000 കോടിൻ്റെ അടുത്ത് വാല്യൂഷൻ. 1,00,000 കോടിൻ്റെ മുകളിൽ മലബാർ ഗോൾഡ് IPO ചെയ്ത വാല്യൂഷൻ ആവണം മിനിമം. പക്ഷെ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് 70,000 ക്രോസ് 80,000 ക്രോസ് എക്സ്പെക്ട് ചെയ്തോളി. അപ്പോൾ അത് നമ്മളെ കേരളത്തിൽ നിന്നും അത് നമ്മളെ മലബാറിൽ ഒരുപാട് കച്ചവടക്കാരനായ ഒരാൾ എത്തിച്ച് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വന്ന് ഒരുപാട് ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വർക്കാവോ? ഇപ്പൊ മലബാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോക്കൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഉള്ള ആൾക്കാരുണ്ട്. അത് അവരുടെ രീതി അവരിപ്പോൾ ഒന്നായിട്ട് ഇപ്പോൾ മേജ് ചെയ്ത്, ഞാൻ മനസ്സിലാക്കുന്നതാണ്, അവർ ഒന്നായിട്ട് കമ്പനി മേജ് ചെയ്ത് ഒരു ഹോൾഡിംഗ് കമ്പനി അണ്ടറിലേക്ക് കൊണ്ടുവന്നു. എന്താ 2,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഞാൻ ഓഫീസിൽ പോയപ്പോൾ എത്ര കമ്പനി ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്. 2,000 ഷെയർ ഹോൾഡേഴ്സ് അവർക്കുണ്ട്. 2,000 ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,00,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് അഹമ്മദ് ഖാന്റെ വിജയം അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, ഈ ഷെയർ ഹോൾഡേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അവരെ സ്വന്തം കമ്പനി എന്നുള്ള തോട്ടിലാണ് ഇതൊക്കെ ഗ്രോ ചെയ്യുന്നത്. ഒരു ഷോപ്പ് അഹമ്മദ് ഖാൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു ഓണർ കൂടി ഉണ്ടാവും. ഒരു ഷെയർ കൊടുത്തിട്ട് അവിടെ അയാൾ ഉണ്ടാവും. അപ്പോൾ അതൊരു നമ്മൾ ഇൻസ്പയർഡ് ആവുന്ന ആളാണ്. ആ മോഡൽ നമ്മൾ കൂടെ എടുത്താൽ മതി. അവരെങ്ങനെ മലബാർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഇപ്പം പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എവിടെ മലബാർ നിൽക്കുന്നത് ആർക്ക് ചിന്തിക്കായാലും മലബാറിന്റെ എല്ലാവരും ഈസി മണി എന്നറിയാം. അപ്പോൾ ഈസി മണീൻ്റെ മുന്നേ ഇപ്പം നമ്മളിപ്പോൾ ഒരു മണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും അത്. അതിന് മുന്നേ ഉള്ള കഷ്ടപ്പെട്ട ആൾക്കാർ നോക്കൂല. ഞാനൊരു 8 കൊല്ലം ഇപ്പോൾ പണിയെടുക്കുന്നത്. ഒരു പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറയാറില്ല, നമ്മൾ 7 കൊല്ലം കഷ്ടപ്പെട്ടതിൻ്റെ കാട്ടിയും എത്രയോ കൂടുതൽ 8ാമത്തെ കൊല്ലം നമുക്ക് കിട്ടിപ്പോവും. അപ്പോൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ ബാക്കിൽ നമ്മളെ വർക്ക് ചെയ്തൊന്നും നോക്കൂല. അതെ, ഞാനത് ചോദിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നമ്മളെ ഈ പുതിയ ആൾക്കാർക്ക്, നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ ഇതുപോലത്തെ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെത്തേഡാണ്? ഞാൻ പറഞ്ഞത് വരണം എന്നാണ്. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവയർനെസ് വരുള്ളൂ. കോമ്പറ്റീഷൻ വന്ന അവയർനെസ് വരും, ബിസിനസ് കൂടും. ആൾക്കാർ ആദ്യം ഇത് ആദ്യം എനിക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, this is not an easy business. Okay. This is not an easy business. It's not an... Wherever you go in any business, it's not an easy business. അല്ല, ആൾക്കാർ ഈസി മണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് വരും. അതൊരു 2 മാസം ചെയ്ത് നോക്കി ട്രേഡിങ്. പിന്നെ ട്രേഡ് ചെയ്യരുത് ആൾക്കാർ. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെതായ ഫണ്ട് മാനേജും ചെയ്തോളൂ. നമ്മളെ പണി വെച്ചാൽ വാല്യൂ ഇൻവെസ്റ്റിംഗ്. നമുക്ക് അറിയുന്ന പണി എടുക്കുക, അത് പോയിട്ട് അതിൻ്റെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക ലോങ് ടേമിലേക്ക്. ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറണം, സർവീസ് പ്രൊവൈഡിങ് ഇൻഡസ്ട്രിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് ഈ ഇൻഡസ്ട്രി പഠിക്കുക. ഞാനൊരു 23 സ്റ്റാർട്ട് ചെയ്ത ആളാണ്. 22-23 നിങ്ങൾ 19 സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷെ നമ്മള് ഈ ഒരു ഏജിൽ നമ്മൾ കുറെ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് അത്ര ആൾക്കാരെ കണ്ടിട്ടില്ല.
ഇല്ല. അപ്പോൾ അവിടെ എവിടെ ഒരു സ്കിപ്പ് വരുന്നുണ്ട്. ആൾക്കാർ ഇനിയും വരണം. ഫാമിലിയാണ് മെയിൻ പ്രോബ്ലം. ധൈര്യം കൊടുക്കൂല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അവന് ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യണ ഫാമിലി ഒരു 1% സപ്പോർട്ട് പോലും കൊടുക്കുന്നില്ല. ആ ലൂപ്പിലും പെട്ട് കിടക്കുക. എന്താ നമുക്ക് റിസ്ക് ചെയ്യാനുള്ളത്? ആ ഏജിൽ നമ്മൾ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഓക്കെ 2 കൊല്ലം പണിയെടുത്ത് അന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് 30-35 ആയി കഴിഞ്ഞ് കമ്മിറ്റ്മെന്റ്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് കാര്യമില്ല. ആ ഒരു സ്ട്രഗ്ലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അതില്ലാതായിരിക്കും ആള് തരാം. അപ്പം ഒന്നെങ്കിൽ വേറെ ലെവൽ അക്യൂർ ചെയ്തിട്ടൊക്കെ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും കഴിയില്ല. എനിവേ സംസാരിച്ചതിന്റെ സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം.